Section A, question number 1. CH3CN, the presence of X gives A, which on hydrolysis in the presence of dilute HCl gives a CH3CHO. CH3CN, which on treatment with Y followed by the hydrolysis gives a CH3CO, CH3 acetone. So we have to find out X and Y. X ഉം Y ഉം എന്താണെന്നാണ് നമുക്ക് കാണുന്നത്. രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട്. സെയിം റിയാക്റ്റൻ്റ് ആണ്. സെയിം സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് സെയിം ആണ് CH3CN. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് റിയേജൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഏതാണെന്ന് കിട്ടിയിട്ടുണ്ട്. ആ പ്രോഡക്റ്റിൽ നിന്ന് വേണം നമുക്ക് റിയേജൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഇവിടെ CH3CN ആണ് നമുക്ക് എടുത്തിരിക്കുന്ന കോമ്പൗണ്ട്. CH3CN എക്സ് ട്രീറ്റ് ചെയ്തു. അതിനുശേഷം ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ ആൾഡിഹൈഡ് കിട്ടി. അപ്പോൾ CH3CNൽ നിന്നും ആൾഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷനാണ് ഓർക്കേണ്ടത്. നിങ്ങൾക്കറിയാം ഇവിടെ ആൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ്. ആൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിൽ CH3CN ആൾഡിഹൈഡായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യണം, റിഡക്ഷൻ നടത്തണം. റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് SnCl2 plus HCl. It gives CH3, C double bond, CH double bond, NH. Imine kittum. Which on hydrolysis gives CH3CHO. Clear? This reaction or this reduction is called a Stefan's reduction. Idine Stefan's reduction nanu parayunna. Stefan's reduction. That is the first one. So here the X is SnCl2 plus HCl. Okay. And second one, CH3CN, which on treatment with Y followed by hydrolysis gives CH3CO, CH3 acetone ആണ് കിട്ടുന്നത്, കീറ്റോൺ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് Y റിയേജൻറ്റ് Y 1 ഇക്വലൻറ്റ് 1 റിയേജൻറ്റ് മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു കാർബണും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ ഏതാണ് റിയാക്ഷൻ നോക്കേണ്ടത്? ഈ കോമ്പൗണ്ട് നിങ്ങൾക്കറിയാം, ദിസ് ഇസ് സയനൈഡ്. നമുക്കതിനെ CH3 C ട്രിപ്പിൾ ബോണ്ട് N എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ CH3യും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. CH3 ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി CH3 MgX കൊണ്ട് ട്രീറ്റ് ചെയ്താൽ മതി. MgX കൊണ്ട് ട്രീറ്റ് ചെയ്താൽ CH3 ഗ്രൂപ്പ് ഇവിടെ അറ്റാച്ച് ചെയ്യും. നമുക്കിവിടെ CH3 ഡബിൾ ബോണ്ട് N MgX is obtained. This on hydrolysis gives the acetone. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 C ഡബിൾ ബോണ്ട് O CH3. So the reagent X is SnCl2 plus HCl and the reagent Y is CH3 MgX, that is Grignard reagent. So option 2 answer. Question number 2. X is a black colored ore which on treatment with the KOH in the presence of oxygen gives a compound Y, which on acidification gives a which is an oxidizing agent, and another product is X. So we have to find out which statement is true. So here 4 statements are given. We have to find out the true statements. Okay. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നതാണ് എക്സ് ഒരു ബ്ലാക്ക് കളേർഡ് ഓറാണ്. KOH ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ Y അതൊരു ഗ്രീൻ കളേർഡ് കോമ്പൗണ്ട് ആണ്. ആസിഡിഫൈ ചെയ്തപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് Z കിട്ടി. കൂടാതെ ഒരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട് X. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കാണേണ്ടത് ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. അപ്പോൾ ഈ റിയാക്ഷൻ സീക്വൻസ് നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇത് KMnO4ൻ്റെ പ്രിപ്പറേഷനാണ്. സോ ഹിയർ ദ ബ്ലാക്ക് കളേർഡ് ഓർ ഈസ് മാംഗനീസ് ഡയോക്സൈഡ്, ദാറ്റ് ഈസ് പൈറലസൈറ്റ്. Pyrrolysite when fused with the KOH in the presence of oxygen gives potassium magnetic K2MnO4. K2MnO4 on acidification, which on acidification gives KMnO4 plus byproduct is MnO2. MnO2 is the byproduct. Okay, ഇതാണ് റിയാക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് കാണേണ്ടത്. ഇവിടെ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. +4 മാംഗനീസ് +6 ആയിട്ട് മാറി. ആ +6ന് രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. KMnO4ലേക്ക് വന്നപ്പോൾ +7 ആയിട്ടും +4 ആയിട്ടും മാറി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നും. X can't be KMnO2. X MnO2 അല്ല എന്നുള്ളത് അത് തെറ്റാണ്. X is MnO2.
Y can be KMnO4. No, Y is K2MnO4. That is also incorrect. Z can be K2MnO4. Z is KMnO4. That is also incorrect. Step 1 is oxidation. Yes, it is oxidation because oxidation number changes from +4 to +6. While step 2 is disproportionation. Yes, correct. That is here manganese in the +6 oxidation state is simultaneously changes into +7 and +4. That is a disproportionation. അപ്പോൾ +6 +7 +4 ആയിട്ട് മാറി അത് disproportionation ആണ്. Okay. So the statement 4 is answer. Okay. Option 4 answer. Question number 3. If the pressure of hydrogen gas is increased from 1 atm to 100 atm, keeping H+ ion concentration at 1 molar, the change in reduction potential of a hydrogen half cell at 25 degrees Celsius will be hydrogen half cell. അപ്പോൾ ഇതാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രഷർ 1 atm നിന്ന് 100 atmലേക്ക് ഇൻക്രീസ് ചെയ്തു. Keeping H+ ion concentration constant at 1 molar. We have to calculate the change in reduction potential of a hydrogen half cell. ഹൈഡ്രജൻ ഹാഫ് സെല്ലിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് ഹൈഡ്രജൻ ഹാഫ് സെൽ എന്താണ്, ഹൈഡ്രജൻ ഹാഫ് സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ദിസ് ഈസ് എ റിയാക്ഷൻ. H++ 1 electron gives half H2. This is a reaction. Okay. ഇത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇതാണ് നടക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഇനിഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട് 1 atm ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ = 1 മോളാർ, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇനിഷ്യൽ പ്രഷർ 1 atm ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ചേഞ്ച് ഇൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണേണ്ടത്. അപ്പോൾ നമുക്ക് പ്രഷർ = 1 atm ആയിരുന്നപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ കാണാം. അതിങ്ങനെ കാണുന്നത് ഈ H+H ബ്രാക്കറ്റിൽ 1 എന്ന് എഴുതിയേക്കാം. ഫസ്റ്റ് കേസിൻ്റെ പൊട്ടൻഷ്യൽ that equal to -0.0591 divided by n. N is the number of electron transferred. 1 ആണ്. Into log concentration of hydrogen. Concentration of hydrogen ആണ്. ഹൈഡ്രജൻ ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ എഴുതാം. raised to 1/2 കോഎഫിഷ്യൻറ്റ് 1/2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+. ഇങ്ങനെ വരും. ഓക്കെ. that equal to -0.059 divided by 1 into log, that is concentration of H+ തന്നിട്ടുണ്ട്, that is 1 ആണ്. 1/1 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്കിവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അത് നമുക്ക് പാർഷ്യൽ പ്രഷറിൻ്റെ ടൈമിൽ നമുക്ക് പറയാം. കാരണം സബ്സ്റ്റൻസ് ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ കോൺസെൻട്രേഷൻ നമ്മൾ പാർഷ്യൽ പ്രഷറിൻ്റെ ടൈമിലാണ് പറയുന്നത്. ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+1 ആണ്. അപ്പോൾ ഇവിടെ log 1 വരും. log 1 = 0. അപ്പോൾ ഇനിഷ്യൽ പൊട്ടൻഷ്യൽ, അതായത് പ്രഷർ 1 atmosphere കോൺസെൻട്രേഷൻ 1 ആകുമ്പോൾ പൊട്ടൻഷ്യൽ 0 എന്ന് നമ്മൾ കണ്ടു. ഇത് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമുക്കറിയാം 1 atm പ്രഷറിലും കോൺസെൻട്രേഷൻ ഓഫ് H+ ion 1 മോളാർ ആകുമ്പോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് പ്രഷർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് പ്രഷർ = 100 atmosphereലേക്ക് മാറ്റി പ്രഷർ ഓഫ് ഹൈഡ്രജൻ. ക്ലിയർ? അപ്പോൾ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ആ പൊട്ടൻഷ്യലിനെ ഞാൻ ഈ H+H2 എന്നെഴുതി. that equal to -0.059 divided by 1 into log concentration of H2 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് H2 നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ raised to 1/2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് എഴുതാം. that equal to -0.059 into log 100 raised to 1/2 divided by 1 എന്ന് വരും. that equal to log 100 raised to 1/2 എന്ന് പറയുന്നത് log 10 is equal to 1 -0.0591 എന്ന് വരും. ഓക്കെ. this is the potential clear when pressure is increased to 100 atmosphere. 100 atmosphere ആയപ്പോഴുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. നമുക്കിനി ഇവിടെ എന്താ കാണേണ്ടത്? we have to calculate the change in potential. how to calculate change in potential? change in potential is a final potential. change in potential ആണ് കാണുന്നത്. that is a final potential minus initial. final -0.059 minus initial 0, that equal to -0.059 voltage. that is a final change in potential. so here answer option 2 ആണ് answer. okay. question number 4. which of the following electronic arrangement will have the highest value of magnetic moment? നമുക്കിവിടെ 4 configurations are given. so we have to find out which configuration have the highest value of magnetic moment.
മാഗ്നറ്റിക് മൊമെൻ്റ് വാല്യൂ ദറ്റ് ഡിപ്പെൻസ് ഓൺ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുമ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് കൂടും. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ D6 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. D6 സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. T2G6 EG0 ആയിരിക്കും കോൺഫിഗറേഷൻ. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ N = 0. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 0 ആണ്. അതൊക്കെ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. ഇപ്പോൾ T2Gയിൽ പെയർ ചെയ്യും. D7 ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. സ്പ്ലിറ്റിംഗ് കുറവാകുമ്പോൾ എങ്ങനെയായിരിക്കും? T2G EG ആണ് സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന ഓർബിറ്റൽ. ഹൈ സ്പിൻ വരണമെങ്കിൽ ഇലക്ട്രോൺ സിംഗിളി ഒക്യുപ്പൈ ചെയ്യണം, അതിന് ശേഷം പെയർ ചെയ്യാവുള്ളൂ. ഫസ്റ്റ് ഇവിടെ 3 ഒക്യുപ്പൈ ചെയ്യും, ദെൻ ഇവിടെ 2 ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ 3 + 2 5 ആയി. ഇനി 2 ഇലക്ട്രോണുണ്ട്, അത് T2Gയിൽ പെയർ ചെയ്യും. അപ്പോൾ T2G 5 EG2 എന്ന് പറയും. ടോട്ടൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ നിങ്ങൾക്കറിയാം. T2G5 ഒരു അൺപെയർഡ് ഇലക്ട്രോൺ, ദെൻ EG2 2 അൺപെയർഡ് ഇലക്ട്രോൺ. ടോട്ടൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ = 3. ദെൻ D4 വീക്ക് ഫീൽഡ്. വീക്ക് ഫീൽഡിൽ എങ്ങനെ വരും? വീക്ക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് കുറവ്, അപ്പം പെയർ ചെയ്യല, അത് സിംഗിളി ഒക്യുപ്പൈ ചെയ്യും. ഇപ്പോൾ T2Gയിൽ 3 ഇലക്ട്രോൺ, അടുത്ത ഇലക്ട്രോൺ EGയിലേക്ക് പോകും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ = 4 വരും. D2 സ്ട്രോങ് ഫീൽഡ്. D2 കോൺഫിഗറേഷൻ വന്നാൽ D2 സ്ട്രോങ് ഫീൽഡ് വന്നാലും വീക്ക് ഫീൽഡ് വന്നാലും സെയിം കോൺഫിഗറേഷൻ. T2G2 EG0. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ = 2. സോ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂ വാല്യൂ കൂടും. കാരണം മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂ √N × N+2 ബോർ മാഗ്നറ്റോൺ ആണ്. ഓക്കെ, സോ ഹിയർ ഏത് കോൺഫിഗറേഷനാണ് ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെൻ്റ്? That is D4 weak field. Option 3 answer. Question number 5. Select the wrong pair. ഏതാണ് റോങ് ആയിട്ടുള്ള പെയറൽ സ്റ്റേറ്റ്മെൻറ്റ്? സെല്ലുലോസ് polymer of beta-D glucose. Yes, cellulose is a polymer of beta-D glucose. Beta-D glucose യൂണിറ്റ് ലിങ്ക് ചെയ്തുണ്ടാകുന്ന ലീനിയർ പോളിമറാണ് സെല്ലുലോസ്. Then lactose is composed of 2 monosaccharide units. One is a beta-D galactose and beta-D glucose. Yes, that is also correct. So first one correct, second one correct. Then sucrose. നിങ്ങൾക്കറിയാം sucrose, അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. Sucrose is it consists of 2 monosaccharide units. One is alpha-D glucose and beta-D fructose. Alpha-D glucose and beta-D fructose. So here തന്നിരിക്കുന്ന എന്താണ്? beta-D galactose ഫ്രക്ടോസും. ഗാലക്ടോസ് അല്ല വരേണ്ടത്, അത് ബീറ്റായും അല്ല, ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് സുക്രോസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ റോങ് പെയർ. സ്റ്റാർച്ച് ഈസ് എ പോളിമർ ഓഫ് ആൽഫ-D ഗ്ലൂക്കോസ്. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. സോ ഹിയർ ആൻസർ ഓപ്ഷൻ 3. Question number 6. In the froth flotation process, zinc sulfide and PBS can be separated by. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ നമ്മൾ സൾഫൈഡ് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പൈൻ ഓയിലും കളക്ടേഴ്സ് എല്ലാം ആഡ് ചെയ്ത് അജിറ്റേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അജിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രോത്തിൻ്റെ കൂടെ സൾഫൈഡ് ഓറ് മുകളിലേക്ക് പോരും. നമുക്കങ്ങനെ സൾഫൈഡ് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാം. പക്ഷേ 2 സൾഫൈഡ് ഓറ് ഒന്നിച്ചൊരു ഓറിൻ്റെ അകത്തുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിപ്രസൻറ്റും കൂടെ ആഡ് ചെയ്യും. ഡിപ്രസൻറ്റ് എന്ത് ചെയ്യും? ഇതിൽ ഒരു സൾഫൈഡ് ഓറിനെ ഫ്രോത്ത് ഫോർമേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് മിക്സർ ഓഫ് സൾഫൈഡ്സ് ഓറിനെ സെപ്പറേറ്റ് ചെയ്യാം. സോ മിക്സർ ഓഫ് സൾഫൈഡ് ഓറിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡിപ്രസൻറ്റ് യൂസ് ചെയ്യണം. സാധാരണ ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സയനൈഡാണ്. സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ് ആണ് ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് സോഡിയം സയനൈഡ്, പൊട്ടാസ്യം സയനൈഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുമെങ്കിൽ സിങ്ക് സൾഫൈഡിനെ ഫ്രോത്ത് ഫോർമേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഫ്രോത്തിൽ ലെഡ് സൾഫൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് ഈ 2 സൾഫൈഡ് സോഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ 2 ആൻസർ. Question number 7. Example of a poly condensation product of dicarboxylic acid and diol. താഴെ പറയുന്ന ഏത് പ്രോഡക്റ്റാണ് ഡൈകാർബോക്സിലിക് ആസിഡും ഡയോളും കണ്ടൻസ് ചെയ്തുണ്ടായത്? ഫസ്റ്റ് വൺ നൈലോൺ 6. Nylon 6 is a condensation polymer of caprolactam. It is a condensation polymer of caprolactam. Condensation ആണ്, കണ്ടൻസേഷൻ തന്നെ നടക്കുന്നത്, പക്ഷേ അത് caprolactam. Then dacron is a condensation polymer of dicarboxylic acid, that is terephthalic acid. This is a terephthalic acid and diol, that is HO ethylene diol, CH2OH. അപ്പോൾ
രണ്ട് മോണോമറിക് യൂണിറ്റ്സ് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു. ആ മോണോമറിക് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി. Monomeric units, one is a dicarboxylic acid. That dicarboxylic acid is called a terephthalic acid, and second one is a ethylene diol. So it is a condensation product of a dicarboxylic acid and diol. Then Novolac. Novolac is a condensation polymer of a phenol and a formaldehyde. Phenol plus formaldehyde. Okay. Then neoprene. Neoprene is an addition polymer of a chloroprene. Neoprene ഒരു addition polymer ആണ്. അത് chloroprene എന്ന് പറയുന്ന monomer addition polymer ആണ് neoprene. So here answer option 2. Question number 8. Which of the following reaction is incorrect? So 4 reactions are given. We have to find out the incorrect reaction. First one, toluene when treated with the CrO2, Cl2 and CS2 gives Cr, CHO, CrO, HCl2. That is correct. Okay, then this on hydrolysis gives CHO. This reaction is correct. This reaction is used for the preparation of a aldehyde. നമ്മുടെ NCERT ബുക്കിൽ വളരെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. Then this is aniline. Aniline when treated with HNO3 and H2SO4, nitration reaction take place. Clear? So here a mixture of ortho, para, meta, nitro, aniline are formed. Clear? Ortho is 2%, meta 47%, para 57%. That is also correct. അപ്പോൾ ഇവിടെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് അൺഎക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റ നൈട്രോ അനിലാണ്. കാരണം അനിലിനിലെ NH2 ഗ്രൂപ്പ് ഒരു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓർത്തോ പാര പ്രോഡക്റ്റ് ആണെങ്കിലും ഇവിടെ അഡീഷണൽ ആയിട്ട് മെറ്റാ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. അതിന് കാരണം അനിലീനിയം അയോൺ ഫോം ചെയ്യുന്നതാണ് പഠിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഓപ്ഷൻ 3 അല്ലെങ്കിൽ റിയാക്ഷൻ 3. ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ബ്രോമിൻ ഇൻ CS2. ബ്രോമിൻ ഇൻ CS2 ആണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് പ്രോഡക്റ്റ് കിട്ടും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് അനിലൈൻ, ദിസ് ഈസ് എ ഫിനോൾ. ഫിനോൾ നമുക്ക് ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് തരാം. നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലിയർ? ഇവിടെ നമ്മൾ ബ്രോമിൻ ഇൻ CS2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, Br2NCS2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബ്രോമിനേഷൻ നടന്ന് ഓർത്തോ പാര പൊസിഷൻ ബ്രോമിനേഷൻ നടന്ന് വിൽ ഗെറ്റ് എ മിക്സർ ഓഫ് ഓർത്തോ ബ്രോമോ ഫിനോൾ ആൻഡ് പാര ബ്രോമോ ഫിനോൾ. സോ ദീസ് ആർ ദ 2 പ്രോഡക്ട്സ്, ഓർത്തോ ആൻഡ് പാര. കാരണം CS2 എന്ന് പറയുന്ന ഒരു നോൺ പോളാർ സോൾവെൻ്റ് ആണ്. നോൺ പോളാർ സോൾവെൻറ്റിൽ കൂടുതൽ ബ്രോമോണിയം അയൺ ഉണ്ടാവുമല്ലോ. എന്നാൽ നമ്മൾ അക്വസ് ബ്രോമിനാണ് യൂസ് ചെയ്യുന്നതിൽ H2+ Br2 അക്വസ് ബ്രോമിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോളാർ മീഡിയത്തിൽ കൂടുതൽ Br+ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാ പൊസിഷനിലും ബ്രോമിനേഷൻ നടക്കും. ഓർത്തോയിലും പാരായിലും ബ്രോമിനേഷൻ നടന്ന് 2,4,6 ട്രൈബ്രോമോ ഫിനോൾ ആണ് കിട്ടുന്നത്. അപ്പോൾ 2,4,6 ട്രൈബ്രോമോ ഫിനോൾ കിട്ടണമെങ്കിൽ മീഡിയം എന്തായിരിക്കണം? ബ്രോമിൻ പ്ലസ് മീഡിയം അല്ല റിയേജൻറ്റ് ബ്രോമിൻ പ്ലസ് വാട്ടർ അല്ലെങ്കിൽ അക്വസ് ബ്രോമിൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന Br in CS2 ട്രീറ്റ് ചെയ്യുമ്പോൾ 2,4,6 ട്രൈബ്രോമോ ഫിനോൾ കിട്ടും എന്നാണ്. അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ ഇൻകറക്റ്റ് വേണ്ട. ആൻസറായി ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഇനി ഇവിടെ ഒരു റിയാക്ഷനോടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അനിലൈൻ വെൻ ട്രീറ്റഡ് വിത്ത് H2SO4. അനിലൈൻ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസിൻ സൾഫാനിലിക് ആസിഡാണ് ഫോം ചെയ്യുന്നത്. ദിസ് ഇസ് സൾഫാനിലിക് ആസിഡ്. ദിസ് ഇസ് എ പ്രോഡക്റ്റ്. പാരാ പൊസിഷനിൽ SO3H ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സിട്രോയാനിക് ഫോമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ NH2 പാരാ പൊസിഷനിൽ SO3H വരും. സൾഫാനിലിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അത് സിട്രോയൻ ഫോം ചെയ്യും. സിട്രോയൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ആൻസറായി ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. How many centers of octahedral OIDs lie in given plane of FCC unit cell? അപ്പോൾ ഇതൊരു FCC യൂണിറ്റ് സെല്ലാണ്. ഇൻ FCC യൂണിറ്റ് സെൽ പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ് അറ്റ് ദി കോർണേഴ്സ് ആൻഡ് ഫേസ് സെൻറ്റർ. കോർണറിൽ ഫേസ് സെൻറ്ററിലാണ്. അപ്പോൾ അങ്ങനെ കോർണറിലും ഫേസ് സെൻറ്ററിലും പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്ത് ഒരു യൂണിറ്റ് സെൽ ഫോം ചെയ്യുമ്പോൾ ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഓയിഡ്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ എവിടെയാണ് ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഓയിഡ്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു FCC യൂണിറ്റ് സെല്ലിൽ ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഓയിഡിൽ FCC യൂണിറ്റ് സെല്ലെടുത്താൽ അവിടെ ഒക്ടാഹെഡ്രൽ ഓയിഡ്സിൻ്റെ പൊസിഷൻ, ഒക്ടാഹെഡ്രൽ ഓയിഡ് OH ഓയിഡ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പൊസിഷൻ എവിടേക്കാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് എഡ്ജ് സെൻറ്റർ. 12 എഡ്ജസ് ഉണ്ട്. ഓരോ എഡ്ജിൻ്റെ സെൻറ്ററും ഒക്ടാഹെഡ്രൽ ഓയിഡാണ്. ദെൻ ബോഡി സെൻറ്റർ, എഡ്ജ് സെൻറ്റർ പ്ലസ് ബോഡി സെൻറ്റർ, ഇതാണ് ഒക്ടാഹെഡ്രൽ ഓയിഡ്സ്. അപ്പോൾ എഡ്ജസ് എത്രയുണ്ട്? 12 എഡ്ജസ് ഉണ്ട്, ഒരു ബോഡി സെൻറ്ററും. അപ്പോൾ ഇതാണ് ഓയിഡ്സ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്യൂബിൻ്റെ അകത്തൊരു പ്ലെയിൻ നമ്മളിവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ.
ആ പ്ലെയിനിൽ എത്ര ഒക്ടാഹെഡ്രോയിഡ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒക്ടാഹെഡ്രോയിഡ്സ് നോക്കാം. ഇത് എഡ്ജിൻ്റെ സെൻറ്ററാണ്, ഒക്ടാഹെഡ്രോയിഡാണ്. ഇതൊരു എഡ്ജ് സെൻറ്ററാണ്, ഒക്ടാഹെഡ്രോയിഡാണ്. എഡ്ജ് സെൻറ്ററാണ്, ഒക്ടാഹെഡ്രോയിഡാണ്. എഡ്ജ് സെൻറ്ററാണ്, ഒക്ടാഹെഡ്രോയിഡാണ്. ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന ഈ 4 എഡ്ജിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഓയിഡുണ്ട്. കൂടാതെ കറക്റ്റ് സെൻറ്ററിലും ഒക്ടാഹെഡ്രോയിഡാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ ടോട്ടൽ 5 ഒക്ടാഹെഡ്രോയിഡ്സ് ആണുള്ളത്. സോ ആൻസർ ഓപ്ഷൻ 4, 5 octahedroids are in the plane. Okay. Question number 10. The common product of hydrolysis of XeF2 and XeF6 are XeF2, xenon difluoride, hexafluoride, hydrolysis ചെയ്യുമ്പോൾ common product. Hydrolysis is a reaction with water. So XeF2 when treated with the വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? Xe പ്ലസ് HF പ്ലസ് ഓക്സിജൻ ആർ ദ പ്രോഡക്റ്റ്. ഓക്കെ. ഇനി അതേസമയം XeF6 ആണ് നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് XeOF4 പ്ലസ് 2HF. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കി ഈ 2 റിയാക്ഷനിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് HF ആണ്. സോ the only HF is the common product in the hydrolysis of XeF2 and XeF6. Question number 11. The molarity of a sulfuric acid solution in which mole fraction of water is 0.85 is. സൾഫ്യൂരിക് ആസിഡ് H2SO4ൻ്റെയും വാട്ടറിൻ്റെയും സൊല്യൂഷനാണ്, അക്വസ് സൊല്യൂഷനാണ്. ആ സൊല്യൂഷനിൽ വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് ഗിവൺ ദാറ്റ് ഈസ് 0.85. വാട്ടർ ഇവിടെ സോൾവെൻ്റ് ആയിട്ടാണ് വരുന്നത്, സോൾവെൻ്റ് ആണ്. സോൾവെൻറ്റിനെ നമ്മൾ കമ്പോണൻറ്റ് ബി എന്നാണ് സാധാരണ പറയുന്നത്. H2SO4 ആണ് ഇവിടുത്തെ ഇവിടെ മാറിപ്പോയി. സോൾവെൻറ്റ് കമ്പോണൻറ്റ് എയും സൊല്യൂട്ട് കമ്പോണൻറ്റ് ബിയും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. നമുക്കിവിടെ കാണേണ്ടത് മൊളാരിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ്. അപ്പോൾ തന്നിരിക്കുന്ന മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷനെ ബേസ് ചെയ്തിട്ട് വേണം മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ഈസ് ഗിവൺ. അപ്പോൾ വാട്ടർ സോൾവെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻ്റ് ഈസ് ഗിവൺ 0.85. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എത്രയാണെന്ന് നമുക്ക് കാണാം. ദാറ്റ് സം ഓഫ് മോൾ ഫ്രാക്ഷൻ ഓൾവേസ് ഈക്വൽ ടു 1 ആണല്ലോ. ഈക്വൽ ടു 1 ആയതുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന 1 മൈനസ് 0.85 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.85 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.15. That is the mole fraction of H2SO4 or that is the mole fraction of the solute XB എന്ന് എഴുതാം. That equal to 0.15. നമുക്കിവിടെ കാണേണ്ടത് മൊളാരിറ്റിയാണ്. If mole fraction is given, we can calculate the molality. Molality calculate ചെയ്യാം. Molality is equal to mole fraction of the solute divided by mole fraction of the solvent into 1000 divided by molecular mass of the solvent. MA എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ മോളിക്കുലാർ മാസ് ആണ്. ഓക്കെ. സോ MA ഈസ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ സോൾവെൻറ്റ്. സോൾവെൻറ്റ് ഈസ് വാട്ടർ, ഇറ്റ്സ് മോളിക്കുലാർ മാസ് ഈസ് 18, ദാറ്റ് ഈസ് ഈക്വൽ ടു MA. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XB ഈസ് ദ 0.15 ഡിവൈഡഡ് ബൈ 0.85 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 18. സോൾവ് ചെയ്താൽ 9.8 എന്ന് വരും. സോ 9.8 മോളാർ ഈസ് ദ സൊല്യൂഷൻ. ഓപ്ഷൻ 2 answer. Okay. Question number 12. K2MnO4 cannot be converted to KMnO4 by which of the following method? K2MnO4നെ താഴെ പറയുന്ന ഏത് മെത്തേഡിലൂടെയാണ് KMnO4 ആക്കി മാറ്റാൻ പറ്റാത്തതെന്നാണ്. കനോട്ട് ബി കൺവേർട്ടഡ് ആണ്, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് K2MnO4 is a green colored solid clear that can be converted into KMnO4, പർപ്പിൾ കളേർഡ് കോമ്പൗണ്ട് KMnO4. അതിന് നമ്മൾ ഓക്സിഡേഷൻ ആണ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് പല റിയേജൻറ്റ് യൂസ് ചെയ്യാം. ഈ K2MnO4 KMnO4 ആക്കി മാറ്റാൻ O3യുടെ പ്രസൻസിൽ റിയാക്ഷൻ നടത്താം. ഓർ O3 യൂസ് ചെയ്യാം. ക്ലോറിൻ ഉപയോഗിച്ച് നമുക്ക് ഓക്സിഡേഷൻ നടത്താം. ഓർ ക്ലോറിൻ യൂസ് ചെയ്യാം, ഓസോൺ യൂസ് ചെയ്യാം. കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യാം. ക്ലോറിൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യാം. അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് നടത്താം. ഇലക്ട്രോളിസിസ് നടത്താം. ഇതിലേതെങ്കിലും ഒരു മെത്തേഡിലൂടെ K2MnO4 KMnO4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഈ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഓപ്ഷൻ 2 പറ്റും. ഓപ്ഷൻ ഇലക്ട്രോളിസിസ് ഓഫ് K2MnO4, ഓക്സിഡേഷൻ വിത്ത് O3.
Cl2 as oxidizing agent, ഇതൊക്കെ പോസിബിൾ ആണ്. ദെൻ പാസിംഗ് HCl ഈസ് നോട്ട് പോസിബിൾ. സോ ഹിയർ ആൻസർ ഈസ് 1. അതിനുള്ള റീസൺ നിങ്ങൾക്കറിയാം. ഈ HCl പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? KMnO4 ഉണ്ടായാലും KMnO4 ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് HClനെ ഓക്സിഡൈസ് ചെയ്ത് ക്ലോറിനാക്കി മാറ്റും. അപ്പം HCl പാസ് ചെയ്ത് നമുക്ക് KMnO4 പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സോ KMnO4 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. Question number 13. In the formation of a sulfur trioxide by the contact process to SO2 plus O2 gas gives to SO3, the rate of reaction is expressed as minus DO2 by dt is equal to 2.5 into 10 raised to minus 4 mole liter raised to minus 1 second raised to minus 1. The rate of disappearance of O2 will be. നമുക്കിവിടെ SO2 SO3 ആയിട്ട് മാറുന്ന റിയാക്ഷൻ്റെ റേറ്റ് O2ൻ്റെ ടൈമിൽ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2 എന്ന് പറഞ്ഞാൽ മൈനസ് ഡി SO2 ബൈ dt. ദിസ് ഇസ് എ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതിന് കാണാൻ വേണ്ടി നമുക്ക് O2ൻ്റെ റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ O2ൻ്റെയും SO2നെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. ദിസ് ഈസ് ദി ഇക്വേഷൻ മൈനസ് 1/2 ഇൻറ്റു DSO2 ബൈ dt. that equal to minus DO2 divided by dt. മൈനസ് ഇടാൻ കാരണം ഇത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, സോ ഹിയർ മൈനസ് DSO2 by dt ഈസ് ഈക്വൽ ടു 2 കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് DO2 divided by dt. DO2 divided by dt is given in the question. That equal to 2 into DO2, that is 2.5 into 10 raised to minus 4. That equal to 5 into 10 raised to minus 4. 5 into 10 raised to minus 4. So 5 into 10 raised to 4 is the answer. So option 1 answer. Question number 14. A solution containing 12.5 gram non-electrolyte substance in 250 gram of water showing boiling point elevation 0.52 Kelvin. Calculate the molar mass of the substance. അപ്പോൾ ഇവിടെ ഒരു നോൺ ഇലക്ട്രോലൈറ്റ് എത്ര ഗ്രാം ആണ്? 12.5 ഗ്രാം നോൺ ഇലക്ട്രോലൈറ്റ് സോൾവെൻറ്റിൽ ആഡ് ചെയ്തു. എത്ര ഗ്രാം സോൾവെൻറ്റിൽ ആഡ് ചെയ്ത്? WA, ദാറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. 250 ഗ്രാം സോൾവെൻറ്റിൽ വാട്ടറിൽ ആഡ് ചെയ്തപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB എത്രയുണ്ടായി? 0.52 Kelvin ആണെന്ന് പറയുന്നു. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു MB ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹിയർ ദ KB ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.52. നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതിലൂടെ നമ്മൾ 1/2 ഫാക്ടർ I ഈസ് ഈക്വൽ ടു 1 അയണൈസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു വെയ്റ്റ് ഓഫ് ദ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് ദ സോൾവെൻറ്റ്. സോ ഇവിടെ ഞാൻ 1/2 ഫാക്ടർ എഴുതാത്തതിൻ്റെ കാര്യം ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ ഇലക്ട്രോലൈറ്റ്, ദെർഫോർ 1/2 ഫാക്ടർ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് ഡെൽറ്റ TB ഈസ് ഗിവൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.52 ഈസ് ഈക്വൽ ടു 0.52 ക്യാൻസൽ ചെയ്തു. ഇൻറ്റു weight of the solute is given, that is 12.5. 12.5 divided by molecular mass ആണ് കാണേണ്ടത് into 1000 divided by 250. So here molecular mass of the solute is equal to 12.5 into 4 എന്ന് വരും. That equal to 50 എന്ന് വരും. So option 4 answer. Okay. Question number 15. Which of the following reaction is not feasible? താഴെ പറയുന്ന ഏത് റിയാക്ഷനാണ് ഫീസിബിൾ അല്ലാത്തത്, പോസിബിൾ അല്ലാത്തത്? തന്നിരിക്കുന്ന റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. റിയാക്ഷൻ ബിറ്റ്വീൻ ഹാലജൻ ആണ് അല്ലേ. ഒരു ഹാലൈഡ് സൊല്യൂഷനിലേക്ക് മറ്റൊരു ഹാലജൻ പാസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ നടക്കുകയോ ഇല്ലയോ എന്നാണ് കാണേണ്ടത്. അത് നമുക്കറിയാം, റിയാക്ടിവിറ്റിയാണ് ആദ്യം അറിയേണ്ടത്. വാട്ട് ഈസ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ? ഹാലജൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ അറിയാം. ഫ്ലൂറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ക്ലോറിൻ, വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ, വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ അയഡിൻ. ദിസ് ഈസ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ഹാലജൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർ റിയാക്റ്റീവ് ഹാലജൻ ഡിസ്പ്ലേസസ് ലെസ് റിയാക്റ്റീവ് ഹാലജൻ ഫ്രം ദ സൊല്യൂഷൻ. മോർ റിയാക്റ്റീവ് ഹാലജൻ displaces less reactive halogen from the solution.
less reactive halogen from solution. അപ്പോൾ ആരൊക്കെ റീപ്ലേസ് ചെയ്യുന്ന നോക്കാം. ഫ്ലൂറിൻ ഡിസ്പ്ലേസസ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഫ്രം ദ സൊല്യൂഷൻ. ഫ്ലൂറിൻ ആണെങ്കിൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിനെ ഡിസ്പ്ലേസ് ചെയ്യും. ക്ലോറിൻ ആണെങ്കിലോ ക്ലോറിൻ ഡിസ്പ്ലേസസ് ബ്രോമിൻ ആൻഡ് അയഡിൻ, നോട്ട് ഫ്ലൂറിൻ. ഇനി ബ്രോമിൻ ആരെയൊക്കെ ഡിസ്പ്ലേസ് ചെയ്യും? ബ്രോമിൻ ഡിസ്പ്ലേസ് ചെയ്യുന്ന ആരെയാണ്? ബ്രോമിൻ അയഡിനെ ഡിസ്പ്ലേസ് ചെയ്യും. ഫ്ലൂറിൻ ക്ലോറൈഡ് അയൺസിനെ ഒന്നും ഡിസ്പ്ലേസ് ചെയ്യില്ല. അപ്പോൾ അത്രയും നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കാം. ഫ്ലൂറിൻ, യെസ്, ഫ്ലൂറിൻ F2 Cl മൈനസിലേക്ക് ആഡ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. കാരണം ഫ്ലൂറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ക്ലോറിൻ. ദെൻ ക്ലോറിൻ Br മൈനസിലേക്ക് ആഡ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കും. ബിക്കോസ് ക്ലോറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ. സോ ഹിയർ ബ്രോമിൻ F മൈനസ് അല്ലെങ്കിൽ ഫ്ലൂറൈഡ് അയൺ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ. ഓക്കെ, ദെൻ ബ്രോമിൻ വെൻ ആഡഡ് ടു I minus solution, displacement will take place because bromine is more reactive than iodine. So here also displacement. So not feasible reaction, option 3 ആണ്. അപ്പോൾ 3 is the answer. Question number 16. The minimum lone pair electron on central atom will be present in. ഏത് കോമ്പൗണ്ടിലാണ് സെൻട്രൽ ആറ്റത്തിൽ മിനിമം നമ്പർ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളത് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഓരോ ആറ്റത്തിലും ഓരോ മോളിക്യൂളിലെ സെൻട്രൽ ആറ്റം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ സെൻട്രൽ ആറ്റം, ഫസ്റ്റ് കോമ്പൗണ്ട് സെൻട്രൽ ആറ്റം ഈസ് ദ സെനോൺ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ലോൺ പെയർ ഇലക്ട്രോൺ കാണാൻ വേണ്ടി നിങ്ങൾ H കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ വാലൻസ് ഷെൽ ഓഫ് എ സെനോൺ. സെനോൺ ബിലോങ്സ് ടു 18th ഗ്രൂപ്പ്, 8 ഇലക്ട്രോൺ, പ്ലസ് നമ്പർ ഓഫ് മോണോവാലൻ്റ്. ഓക്സിജൻ ഒരു ഡൈവാലൻ്റ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്യേണ്ട, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ 4 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, ടോട്ടൽ 4 പെയർ. 4 പെയറിൽ ബോണ്ട് പെയർ എത്രയെന്ന് കാണണം. ബോണ്ട് പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. 3 സറൗണ്ടിങ് ആറ്റം ഉണ്ട് ബോണ്ട് പെയർ. ലോൺ പെയർ, റിമൈനിങ് പെയർ. സോ ടോട്ടൽ 4 പെയറിൽ 1 പെയർ ലോൺ പെയർ ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാം 8 പ്ലസ് 4 ഫ്ലൂറിൻ ഉണ്ട്. ഫ്ലൂറിൻ മോണോവാലൻ്റ് ആഡ് ചെയ്യണം. ടോട്ടൽ പെയർ കാൽക്കുലേറ്റ് ചെയ്യും. ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 6 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് സെൻട്രൽ ആറ്റത്തിൽ. സോ സെൻട്രൽ സെനോൺ കണ്ടെയ്ൻ 6 പെയർ. Bond pair is equal to number of surrounding atom, that equal to 4. Lone pair is equal to 2. Then അടുത്ത ClF3 ആണ്. ClF3യിലെ സെൻട്രൽ ആറ്റം Cl ആണ്. വാലൻസ് ഷെല്ല് 7 ഇലക്ട്രോൺ പ്ലസ് 3 മോണോവാലൻ്റ് ഫ്ലൂറിൻ. എത്ര മോണോവാലൻ്റ്? ഡൈവാലൻ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്കിവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 പെയർ ആണ് ഉള്ളത്. ടോട്ടൽ 5 പെയറിൽ ബോണ്ട് പെയർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സറൗണ്ടിങ് ആറ്റം. 3 ഫ്ലൂറിൻ ഉണ്ട്, 3 ബോണ്ട് പെയർ. ലോൺ പെയർ റിമൈനിങ്, ദാറ്റ് ഈസ് 2. 5ൽ 2 പെയർ ഇതാണ്. ഇനി HOCl ഓക്സിജൻ സെൻട്രൽ ആറ്റമാണ്. ഓക്സിജൻ്റെ സെൻട്രൽ ആറ്റത്തിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്സിജൻ സെൻട്രൽ ആറ്റം നിങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. എൻ്റെ സ്ട്രക്ചർ ക്ലിയർ. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് Cl. ഇവിടെ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഹിയർ Lp ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് മിനിമം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. മിനിമം ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നത് XeO3യിലാണ്. only 1 lone pair of electron. So option 1 answer. Question number 17. Aluminium is purified by. Aluminium purify ചെയ്യാൻ വേണ്ടി electro refining method ആണ് യൂസ് ചെയ്യുന്നത്. Clear? Aluminium more reactive ആണ്. Electro refining method is used. That method is called Hoops process. Aluminium purify ചെയ്യുന്ന method Hoops process ആണ്. So aluminium is purified by electro refining method. That method is called Hoops process. Hoops process എന്നാണ് പറയുന്നത്. അലുമിനിയം റിഫൈൻ ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, അലുമിനിയം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹാൾ-ഹെറോൾട്ട് പ്രോസസ് ആൻഡ് ഇറ്റ് ഈസ് പ്യൂരിഫൈഡ് ബൈ electro refining method. That method is called Hoops process. Okay. Question number 18. The polymer which has amide linkage. Polyamides loke amide linkage aanullathu. One is a nylon 66. Nylon 66 is a polyamide. It contain amide linkage. C double bond O N H linkage is there. So it contain amide linkage. ടെർലീനിലുള്ള ലിങ്കേജ് എന്ന് പറയുന്ന എസ്റ്റർ ലിങ്കേജ് ആണുള്ളത്. ടെർലീൻ ഒരു പോളി എസ്റ്റർ ആണ്. ഇറ്റ് കണ്ടെയ്ൻ എസ്റ്റർ ലിങ്കേജ്. ടെഫ്ലോൺ എന്ന് പറയുന്ന ഒരു ലീനിയർ പോളിമറാണ്. അതിന് അങ്ങനെ ഒരു ലിങ്കേജ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ എസ്റ്റർ ലിങ്കേജ് ആണുള്ളത്. എസ്റ്റർ
ദെൻ ബേക്ക്ലൈറ്റും അതൊരു കണ്ടൻസേഷൻ പോളിമറാണ്. അവിടെ അമൈഡ് ലിങ്കേജ് അല്ല, ഇതിൻ്റെ സ്ട്രക്ചർ അനലൈസ് ചെയ്താൽ മനസ്സിലാവും. സോ അമൈഡ് ലിങ്കേജ് ഉള്ളത് നൈലോൺ 6 അതുപോലെ നൈലോൺ 6 ഇങ്ങനെയുള്ള പോളിമേഴ്സിൽ അമൈഡ് ലിങ്കേജ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള പോളിമേഴ്സിനെ പോളി അമൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ 1 ആൻസർ. Question number 19. The given reaction is, so here the compound is aromatic acid chloride, C6 benzoyl chloride ആണ്, C6H5COCl, which on treatment with hydrogen palladium and barium sulfate partial reduction നടന്ന് ബെൻസാൽഡിഹൈഡ് കിട്ടും. That reaction is called Rosenman reduction. ഓക്കെ, അപ്പോൾ ഈ കോമ്പൗണ്ടിന് C6H5COCl പലേഡിയം H2ൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്ത് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ് റോസൻമൺ റിയാക്ഷൻ. ഓക്കെ, ഇറ്റ്സ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, റോസൻമൺ റിഡക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 20. Phenol when treated with chloroform and sodium hydroxide, product A is formed. We have to find out the product A. Phenol chloroform sodium hydroxide ആയിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റ് കിട്ടും നിങ്ങൾക്കറിയാം. ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്, നെയിം റിയാക്ഷനാണ്. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് റീമർ-ടീമൻ റിയാക്ഷൻ. റീമർ-ടീമൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റീമർ-ടീമൻ റിയാക്ഷനാണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം. ഇവിടെ ഓർത്തോ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്ന എന്താണ്? ദറ്റ് ഈസ് OHCHO. This compound is called salicyl aldehyde. Salicyl aldehyde is the product. Okay, അപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റ് ഓപ്ഷൻ 1 ആണ്. Question number 21. The outer electronic configuration of gadolinium, atomic number 64. Gadolinium GD ആണ്, atomic number 64 ആണ്. It is a lanthanoid ആണ്. ലാന്തനോയിഡിൻ്റെ ജനറൽ കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം. 4F 1-14 5D021 6S2 ആണ് ജനറൽ കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ ഗഡോലിനിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് നോക്കാം. ഗഡോലിനിയം കോൺഫിഗറേഷൻ ഈസ് 4F7 5D1 6S2. 5D1ലേക്ക് ഒരു ഇലക്ട്രോൺ എഫിൽ ഫിൽ ചെയ്യാതെ 5D1ലേക്ക് ഇലക്ട്രോൺ പോകുമ്പോൾ 4F ഹാഫ് ഫിൽഡ് ആയിട്ട് മാറും. ദിസ് ഇസ് ദ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഗഡോലിനിയം. ഓക്കെ, so option 1 answer. Question number 22. The interhalogen compound which is found in dimeric form in solid state. ഏത് interhalogen compound ആണ് സോളിഡ് സ്റ്റേറ്റിൽ ഡൈമർ ഫോം ചെയ്യുന്നത്? യെസ്, ദാറ്റ് ഈസ് ICl3 എന്ന ഇന്റർഹാലജൻ കോമ്പൗണ്ട് ഡൈമർ ഫോം ചെയ്ത് I2Cl6 ഫോം ചെയ്യും. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ ഡൈമർ ആയിട്ട് മാറുന്നത് ICl3 ആണ്. ഓപ്ഷൻ 4. Question number 23. The standard electrode potentials are given. Fe3+ plus electron gives Fe2+. E0 is 0.771 voltage. Br2 plus 2 electron gives it to Br minus E0 is equal to 1.06 volt. E0 cell of the reaction. E0 cell of the reaction to Fe3+ plus 2 Br minus gives to Fe2++ Br2. അപ്പോൾ ഈ റിയാക്ഷൻ്റെ സെൽ പൊട്ടൻഷ്യലാണ് നമുക്ക് കാണുന്നത്, E0 സെല്ലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന റിയാക്ഷൻ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് 2Fe3+ plus 2Br minus gives 2Fe2+ plus Br2. ഇതാണ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ എന്ത് സംഭവിച്ചു, ഓരോ സ്പീഷീസിന് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കി റിഡക്ഷൻ പൊട്ടൻഷ്യലിലേക്ക് പോകാം. സോ ഹിയർ Fe3+ plus 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്നും +2 ആയിട്ട് മാറി. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റിഡക്ഷൻ. അപ്പോൾ ഇവിടെ Fe3+ റെഡ്യൂസ് ചെയ്ത് Br-1 നിന്നും Br0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി -1 to 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറുന്ന ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഓക്സിഡേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ നോക്കി വേണം നമ്മൾ ഏത് കാഥോഡ് ഏത് ആനോഡ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സെൽ പൊട്ടൻഷ്യൽ എഴുതാൻ വേണ്ടി. നിങ്ങൾക്കറിയാം സെൽ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ അറിയാം. E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ്. E0 കാഥോഡ് മൈനസ്
E0 ആനോഡ്. ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് കാഥോഡ് ഏത് ആനോഡ് എന്ന് നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇവിടെ ഏത് സ്പീഷീസ് ആണോ റിഡക്ഷൻ നടന്നത്, റിഡക്ഷൻ നടക്കുന്ന എവിടെയാണോ അതാണ് കാഥോഡ്. അപ്പോൾ ഇതാണ് കാഥോഡ്. Fe3+, Fe2+ എന്ന് പറയുന്ന പാർട്ട് കാഥോഡും ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡുമാണ്. സോ Br - Br2 അതാണ് ആനോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാഥോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Feയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ദാറ്റ് ഈക്വൽ ടു എങ്ങനെ വരും? 0.771 മൈനസ് ആനോഡ് എന്ന് പറയുന്നത് Br- ഇൻക്ലൂഡ് ചെയ്യുന്ന അത് 1.06 വോൾട്ടേജ് വരും. സോ ദാറ്റ് ഈസ് ആൻസർ. ദാറ്റ് ഈക്വൽ ടു -0.289 വോൾട്ടേജ് എന്ന് വരും. സോ ഓപ്ഷൻ 4 ആൻസർ. Question number 24. The most suitable reagent for the conversion of RCH to OH to RCHO. RCH2OH ഒരു പ്രൈമറി ആൽക്കഹോളാണ്. ആ പ്രൈമറി ആൽക്കഹോളിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റണം. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടക്കുന്ന കോമ്പൗണ്ടാണ്. 2 സ്റ്റെപ്പ് ഓക്സിഡേഷനാണ്. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടന്നാൽ ഫസ്റ്റ് ആൽഡിഹൈഡ് ആയിട്ട് മാറും, ഫർദർ ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഏത് പ്രോഡക്റ്റ് കിട്ടും എന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ ആസിഡ് ആയിരിക്കും പ്രോഡക്റ്റ്. മൈൽഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് റിയേജൻറ്റ് ഈസ് KMnO4. KMnO4 ഈസ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? CH3COH ആയിരിക്കും. സെക്കൻഡ് റിയേജൻറ്റ് K2Cr2O7. ദാറ്റ് ഈസ് ഓൾസോ എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ നമ്മളിവിടെ K2Cr2O7 യൂസ് ചെയ്താലും സെയിം പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കാർബോക്സിലിക് ആസിഡ്. തേർഡ് വൺ CrO3. ദാറ്റ് ഈസ് ഓൾസോ എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും പ്രോഡക്റ്റ്. എന്നാൽ ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ PCC, പിരിഡീനിയം ക്ലോറോക്രോമേറ്റ് എന്ന് പറയുന്ന ഒരു കൺട്രോൾഡ് ഓക്സിഡേഷൻ നടക്കുന്ന കോമ്പൗണ്ടാണ്. PCC ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ നടന്ന അവിടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ആൽഡിഹൈഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ 4. Question number 25. On reaction with the O2, N2 and H2O, the product formed by lanthanoid R. ലാന്തനോയിഡ് ഓക്സിജൻ, നൈട്രജൻ, വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഏത് പ്രോഡക്റ്റ് കിട്ടും? നിങ്ങൾക്കറിയാം ലാന്തനോയിഡിൻ്റെ മോസ്റ്റ് സ്റ്റേബിൾ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് Ln3+ ആണ്. അപ്പോൾ Ln3+ ആയിരിക്കും മോസ്റ്റ് സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതല്ല കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുമ്പോഴും ആ പ്രോഡക്റ്റിൽ ലന്താനം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കണം. അപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കോമ്പിനേഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഓക്സൈഡിൻ്റെ അകത്ത് നമുക്കറിയാം ഓക്സിജൻ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും? O2- ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ Ln3+ഉം O2- കൂടെ കമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും? Ln2O3 ആയിരിക്കും ഓക്സിജനുമായിട്ടുള്ള കോമ്പൗണ്ട്. ഓക്കെ, ദെൻ Ln3+ ആണ്. ദെൻ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്കറിയാം -3 ആണ് അല്ലേ? -3 പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കണം? ഇത് രണ്ടും കൂടെ Ln3+ഉം N3- കൂടെ കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന കോമ്പൗണ്ട് Ln 3+, 3-. ഓക്കെ, ദെൻ അടുത്തത് Ln3+ഉം പിന്നെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈഡ്രോളിസിസ്, വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറണം, മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ OH- ആണ്. അപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ എങ്ങനെ വേണം? ഒരു Ln 3 OH വേണം. LnOH thrice. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് Ln2O3, LnOH thrice. ഓപ്ഷൻ 2 ആൻസർ. Question number 26. Match the column 1 to column 2. കോളം 1-ൽ ഓറും കോളം 2-ൽ അതിൻ്റെ ഫോമുലയാണ് തന്നിരിക്കുന്നത്. Cerussite is PbCO3. So A is AS. ലെഡ് കാർബണേറ്റിനാണ് സെറുസൈറ്റ് എന്ന് പറയുന്നത്. സിഡ്രൈറ്റ് ഈസ് അയൺ കാർബണേറ്റ്. സോ B is P. Then silver glans is Ag2S ആണ്. Then limonite, that is 2Fe2O3, 3H2O, that is Dr. So APBQ ASBP CQDR. Option 2 answer.
Question number 27. A compound consists of A and B crystallized in cubic close-packed structure. Cubic close-packed structure എന്ന് പറയുന്നുണ്ട് CCP സ്ട്രക്ചറിലാണ്. Atom A are located at corners and atom B are at the 1/4 of octahedroid, the simplest formula of the compound. It's a compound of A and B. എയും ബിയും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ട് CCP സ്ട്രക്ചർ ആണെന്ന് പറയുന്നുണ്ട്. എ ആറ്റം ലൊക്കേറ്റഡ് അറ്റ് കോർണേഴ്സ്. എ ആണ് കോർണറിൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. എ കോർണേഴ്സിൽ ആണെങ്കിൽ അതേ എ ആറ്റം CCP അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. CCP അറേഞ്ച്മെൻറ്റ് നടന്നാൽ FCC ആണ് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് സെൽ അല്ലേ. അപ്പോൾ എ ആറ്റം കോർണേഴ്സിലുണ്ടെങ്കിൽ അതേ എ ആറ്റം ഫേസിൻ്റെ സെൻറ്ററിലും ഉണ്ടാവും, ഫേസ് സെൻറ്ററും ഉണ്ടാവും. അങ്ങനെ CCP അറേഞ്ച്മെൻറ്റ് നടന്നാൽ FCC യൂണിറ്റ് സെൽ ഉണ്ടാവണമല്ലോ. അപ്പോൾ FCC യൂണിറ്റ് സെൽ ഉണ്ടാവാൻ കോർണർ പ്ലസ് ഫേസ് സെൻറ്ററിൽ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യണം. അപ്പോൾ എ ആണ് ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിൽ ഉള്ളത്, അല്ലെങ്കിൽ എ ആണ് ക്ലോസ് പാക്കിങ്ങിൽ വന്നിരിക്കുന്നതെന്ന് ആ സെൻറ്റൻസിൽ മനസ്സിലാക്കാം. ദെൻ ആറ്റം എ ലൊക്കേറ്റഡ് അറ്റ് കോർണേഴ്സ് ഓഫ് A, corners of and atom B are at the 1/4 of octahedroid. ആറ്റം ബി ഇരിക്കുന്ന ഒക്ടാഹെഡ്രോയിഡിലാണ്, അത് 1/4 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? അപ്പോൾ എ ആണ് ഇവിടെ ക്ലോസ് പാക്ക് ചെയ്ത്. നമുക്കറിയാം ക്ലോസ് പാക്ക് ചെയ്യുമ്പോൾ ഓരോ എക്കും 1 ഒക്ടാഹെഡ്രോയിഡ് 2 ടെട്രാഹെഡ്രോയിഡ്സ് എന്ന രീതിയിലാണ് ഉണ്ടാകുന്നത് പെർ പാർട്ടിക്കിൾ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ 100 പാർട്ടിക്കിൾസ് ക്ലോസ് പാക്ക് ചെയ്താൽ 100 ഒക്ടാഹെഡ്രോയിഡും 200 ടെട്രാഹെഡ്രോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ 100 പാർട്ടിക്കിൾസിന് 100 ഒക്ടാഹെഡ്രോയിഡും 200 ടെട്രാഹെഡ്രോയിഡും ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്കിളിന് ഓരോ പാർട്ടിക്കിൾസ് എത്ര ഓയിഡ്സ് വീതം ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാം. നമ്പർ ഓഫ് ഓയിഡ്സ് പെർ ആറ്റം 1ഉം 2 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒക്ടാഹെഡ്രോയിഡ്സിലാണ് ബി ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബി ഇൻ ഒക്ടാഹെഡ്രോയിഡിൽ ബിയുടെ എണ്ണം കാണാൻ വേണ്ടി നമ്പർ ഓഫ് ഓയിഡ്സ് ഒരു ഓയിഡാണ് ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് ഓയിഡ് ഒക്യുപ്പൈഡ് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഓയിഡ്സ് ഇൻറ്റു ഫ്രാക്ഷൻ ഓഫ് ഓയിഡ് ഒക്യുപ്പൈഡ്. ഒരു ഓയിഡ് ഉണ്ട്, അതിൻ്റെ 1/4 ഫ്രാക്ഷൻ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/4 എന്ന് വരും ബി. അപ്പോൾ ഒരു എ ഉണ്ട്, ഒരു എ ആറ്റത്തിന് എത്ര ബി ആയി? ഒരു എക്ക് 1/4 ബി വരും. സോ ഫോർമുല ഈസ് A4B, option 2 answer. Question number 28. Which is not a condensation method for preparing the colloidal solution? Colloidal solution prepare ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. പെപ്റ്റൈസേഷൻ, കണ്ടൻസേഷൻ, ബെഡിക്സ് ആർക്ക് മെത്തേഡ്, ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ കൊളോയിഡ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അതിൽ കണ്ടൻസേഷൻ മെത്തേഡ് അല്ലാത്തതാണ്. കണ്ടൻസേഷൻ മെത്തേഡിൽ നമ്മൾ പറയുന്നതാണ് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻ നടത്തി പ്രോഡക്റ്റ് ഉണ്ടാകും, ആ പ്രോഡക്റ്റ് നമ്മൾ കണ്ടൻസ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് വൺ ഡബിൾ ഡീകമ്പോസിഷൻ കെമിക്കൽ റിയാക്ഷനാണ്. അവിടെ നടന്നുണ്ടാകുന്ന കോമ്പൗണ്ട് അഗ്രിഗേറ്റ് ചെയ്ത് കൊളോയിഡൽ ഫോം ചെയ്യും, അതൊരു കണ്ടൻസേഷൻ തന്നെയാണ്. ദെൻ ഹൈഡ്രോളിസിസ് അത് തന്നെയാണ്. കെമിക്കൽ റിയാക്ഷൻ നടന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് അത് കൊളോയിഡായിട്ട് മാറും. പെപ്റ്റൈസേഷൻ, വാട്ട് ഈസ് പെപ്റ്റൈസേഷൻ? പെപ്റ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കണ്ടൻസേഷൻ അല്ല, കൂടിച്ചേരലല്ല. പെപ്റ്റൈസേഷനിൽ നമ്മൾ പ്രസിപ്പിറ്റേറ്റിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യും. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നത്, കൂടിച്ചേരുകയല്ല ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്ത് കൊളോയിഡായിട്ട് മാറുക ചെയ്യുന്നത്. ഓക്സിഡേഷനും അത് കണ്ടൻസേഷനാണ്. കാരണം ഓക്സിഡേഷൻ റിയാക്ഷൻ നടത്തി ഉണ്ടാകുന്ന പ്രോഡക്റ്റ് കൂടിച്ചേരും, കണ്ടൻസ് ചെയ്യും, അഗ്രിഗേറ്റ് ചെയ്താണ് കൊളോയിഡായിട്ട് മാറുന്നത്. സോ കണ്ടൻസേഷൻ മെത്തേഡ് അല്ലാത്തത് ഓപ്ഷൻ 3 ആണ്, പെപ്റ്റൈസേഷൻ. സോ പെപ്റ്റൈസേഷൻ ഇസ് എ മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് colloids. In that method, precipitate is shaken with a suitable electrolyte. Okay, that is a method. So option 3 answer. Question number 29. Which of the following is a biodegradable polymer? എന്താ ബയോഡിഗ്രേഡബിൾ പോളിമർ? ബയോളജിക്കലി ഡിഗ്രേഡ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡീകമ്പോസിഷൻ നടക്കുന്ന പോളിമർ ബയോഡിഗ്രേഡബിൾ പോളിമർ. അതിനൊരു എക്സാമ്പിളാണ് PHBV ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. ആ പോളിമർ നമ്മൾ ഓർത്തോപെഡിക് ഡിവൈസസിലും ക്യാപ്സ്യൂൾസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. നൈലോൺ 6 നോൺ ബയോഡിഗ്രേഡബിൾ, ബ്യൂണ N ഇതൊക്കെ നോൺ ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. നൈലോൺ 6 ഒരു പോളിയമൈഡാണ്. ബ്യൂണ S ആൻഡ് ബ്യൂണ N ആർ സിന്തറ്റിക് റബ്ബേഴ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത്? ഫസ്റ്റ് വൺ നിയോപ്രിൻ. ഇത് തന്നിരിക്കുന്ന നിയോപ്രിൻ്റെ സ്ട്രക്ചറാണ്. നിയോപ്രിൻ ഈസ് എ പോളിമർ ഓഫ് ക്ലോറോപ്രിൻ. CH2 ഡബിൾ ബോണ്ട് CCl CH ഡബിൾ ബോണ്ട് CH2, ഇതാണ് ക്ലോറോപ്രിൻ. ഇത് പോളിമറൈസ് ചെയ്തുണ്ടാവുന്നതാണ് നിയോപ്രിൻ. സോ ദാറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ അത് കറക്റ്റ് സ്ട്രക്ചറാണത്. നമുക്ക്
നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ് കാണേണ്ടത്. നൈലോൺ 6,6 ഈസ് എ പോളിമർ ഓഫ് ഹെക്സാമെഥിലിൻ ഡയമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്. ഹെക്സാമെഥിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും കണ്ടൻസ് ചെയ്തുണ്ടാവുന്നതാണ്. അവിടെ അമൈഡ് ലിങ്കേജ് ഉണ്ടാകുന്നുണ്ട്, CONH. അവിടെ NH-CH2 6 times NHCO, CH2 4 times CO ആണ്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. നൈലോൺ 6 തന്നെയാണ്. ദെൻ ടെർലിൻ ഈസ് ദ പോളിമർ ഓഫ് എത്തിലൈൻ ഗ്ലൈക്കോൾ ആൻഡ് ടെറിത്താലിക് ആസിഡ്. ആ തന്നിരിക്കുന്ന സ്ട്രക്ചർ തെറ്റാണ്. എത്തിലൈൻ ഗ്ലൈക്കോൾ ഈസ് CH2OH and terephthalic acid is HOOC, benzene ring COOH ആണ്. ഇത് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ N മോളിക്യൂൾ കണ്ടൻസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടുന്ന് H പോകും, ഇവിടുന്ന് Hഉം ഇവിടുന്ന് OHഉം കൂടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യും, ഇവിടുന്ന് OH എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ഇതാണ് പോളിമറിൻ്റെ സ്ട്രക്ചർ. CH2 OC double bond O, then benzene ring, then C double bond O N times. This is a terline or dacron. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ അകത്തൊരു O മിസ്സിംഗ് ആണ്, ഇവിടെ ഒരു O വേണ്ടതാണ്. സോ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണ്, നമ്മുടെ ആൻസർ ഇതാണ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. ദെൻ PMA, ദാറ്റ് ഈസ് പോളിമീഥൈൽ മെത്തക്രലൈറ്റ് ആണ്. കോമ്പൗണ്ട് സ്ട്രക്ചർ സെയിം ആണ്, ഇത് കറക്റ്റ് സ്ട്രക്ചറാണ്. CH2C, CH3, CO, CH3 and times. ഇതാണ് എൻ്റെ പോളിമർ. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്. സോ ഹിയർ ആൻസർ ഓപ്ഷൻ 3, ടെർലിൻ്റെ സ്ട്രക്ചർ ഇൻകറക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡിറ്റർജൻറ്റ് ഈസ് ഇൻകറക്റ്റ്? ഡിറ്റർജൻസിനെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്? ഫസ്റ്റ് വൺ, ഡിറ്റർജൻസ് കണ്ടെയ്നിങ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ ചെയിൻ ആർ ബയോഡിഗ്രേഡബിൾ. ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഡിറ്റർജൻറ്റിൽ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺസ് വന്നു കഴിഞ്ഞാൽ അത് നോൺ ബയോഡിഗ്രേഡബിൾ ആവും. ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബയോഡിഗ്രേഡബിൾ നേച്ചർ കുറയും. ബ്രാഞ്ചിങ് കുറവാണെങ്കിൽ അത് മോർ ബയോഡിഗ്രേഡബിൾ ആയിരിക്കും. സോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഇൻകറക്റ്റ് ആണ്, ദാറ്റ് ഈസ് ആൻസർ. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കാറ്റോണിക് ഡിറ്റർജൻസ് ആർ ക്വാട്ടർണറി അമോണിയം സോൾട്ട് ഓഫ് അമീൻ വിത്ത് അസറ്റേറ്റ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, ആനിയോൺ. ശരിയാണ്, ക്വാട്ടർണറി അമോണിയം സോൾട്ട്സ് ആണ് നമ്മൾ കാറ്റോണിക് ഡിറ്റർജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ, ആനിയോണിക് ഡിറ്റർജൻസ് ആർ സോഡിയം സോൾട്ട് ഓഫ് സൾഫനൈറ്റ്, ലോങ് ചെയിൻ, ആൽക്കഹോൾ ഓർ ഹൈഡ്രോകാർബൺ. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. Non-ionic detergents do not contain any ion in their constitution. That is also correct. Non-ionic എന്ന് പറഞ്ഞാൽ അതിൻ്റെ അയോണിക് പാർട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ 1 ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 32. Which of the following statement for crystal having Frenkel defect is not correct? Frenkel defectനെ സംബന്ധിക്കുന്ന കുറേ ഡേറ്റാസ് ആണ് തന്നിരിക്കുന്നത്. We have to find out the incorrect statement. Which one is incorrect? Option 1. Frenkel defects are observed where the difference in size of cation anion is large. ശരിയാണ്, കാറ്റോൺ ആനിയോൺ സൈസ് തമ്മിൽ ലാർജ് ഡിഫറൻസ്, കാറ്റോൺ ആനിയോൺ സൈസ് ലാർജ് ഡിഫറൻസ് ഉള്ള കോമ്പൗണ്ട്സിലാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നത്. സിമിലർ ആണെങ്കിൽ അത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് കാണിക്കുന്നത്. So first statement is correct. The density of crystal having Frenkel defect is less than that of a pure crystal. That is incorrect. കാരണം ഫ്രെങ്കൽ ഡിഫക്റ്റ് നടക്കുമ്പോൾ പാർട്ടിക്കിൾ മിസ്സിംഗ് ഉണ്ടാകുന്നില്ല. ദെയർഫോർ ഡെൻസിറ്റി റിമെയിൻസ് സെയിം. ഡെൻസിറ്റി സെയിം ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണ്. ഡെൻസിറ്റി സെയിം ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റിൽ. ഇൻ അയോണിക് ക്രിസ്റ്റൽ ഹാവിംഗ് ഫ്രെങ്കൽ ഡിഫക്റ്റ് മേ ഓൾസോ കണ്ടെയ്ൻ ഷോർട്ട് കീ ഡിഫക്റ്റ്. ശരിയാണ്, കാരണം ഫ്രെങ്കൽ ഡിഫക്റ്റ് ഉള്ള കോമ്പൗണ്ടിൽ ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാവാം. അപ്പോൾ നമുക്കറിയാം ഒരേ സമയം ഫ്രെങ്കൽ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് AgBr അല്ലേ. ഫ്രെങ്കൽ ഡിഫക്റ്റും ഉണ്ടാവാം, ഷോർട്ട് കീ ഡിഫക്റ്റും ഉണ്ടാവും. ദെൻ പ്യുവർ ആൽക്കലി ഹാലൈഡ്സ് ഡു നോട്ട് ഹാവ് ഫ്രെങ്കൽ ഡിഫക്റ്റ്. ആൽക്കലി ഹൈലൈറ്റ്സ് ഒക്കെ കൂടുതലായിട്ട് ആൽക്കലി ഹൈലൈറ്റ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് കാണിക്കുന്നത്, ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കാറില്ല. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 33. The correct order of the stoichiometries of AgCl formed when AgNO3 in excess is treated with complexes COCl36NH3, COCl35NH3, COCl34NH3 respectively. Coordination number 6. നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നത് 3 കോംപ്ലക്സസ് തന്നിട്ടുണ്ട്. ആ കോംപ്ലക്സസ് AgNO3 ആയിട്ട്, എക്സസ് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ AgCl പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാവും.
ഈ ഓരോ കോംപ്ലക്സും കോർഡിനേഷൻ നമ്പർ 6 ആണെന്ന് പറയുന്നുണ്ട്. സ്ക്വയർ ബ്രാക്കറ്റിൽ 6 ലിഗാൻഡ് മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ കോംപ്ലക്സും എക്സസ് AgNO3 കൊണ്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എത്ര Cl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്ത് എത്ര Cl ഉണ്ടാവാമെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് കോംപ്ലക്സ് നോക്കാം, COCl3 6NH3. അപ്പോൾ ഇവിടെ ഒരിക്കലും NH3 നമുക്ക് കോർഡിനേഷൻ സ്പിയറിൻ്റെ പുറത്ത് എഴുതാൻ പറ്റില്ല, കാരണം പുറത്ത് എഴുതുന്ന കൗണ്ടർ അയോൺസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് ഇതാണ്, CO 6 NH3 ഉണ്ട്. NH3 മുഴുവനും സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതണം. കോർഡിനേഷൻ നമ്പർ അപ്പോൾ തന്നെ 6 ആയി. അപ്പോൾ 6 പറ്റുള്ളൂ. ഓക്കെ, കോർഡിനേഷൻ നമ്പർ 6 ആയി. അപ്പോൾ ബാക്കി വരുന്ന അയോൺസ് എല്ലാം പുറത്തായിരിക്കണം. ഇത് നമ്മൾ AgNO3 ആയിട്ട് എക്സസ് AgNO3 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. 3 ക്ലോറിൻ റീപ്ലേസബിൾ ആയതുകൊണ്ട് 3 AgCl പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവും. ഓക്കെ, 3 AgCl പ്രസിപ്പിറ്റേഷൻ തരും. ഓക്കെ, സെക്കൻഡ് കോംപ്ലക്സിലേക്ക് പോകാം. സെക്കൻഡ് കോംപ്ലക്സ് COCl3 5NH3 ആണ്. അപ്പോൾ അത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ CO എന്ന് പറയുന്ന കൊബാൾട്ട് CO ഇങ്ങനെ ആക്കണം, സ്മോൾ ലെറ്റർ ആക്കണം. CO ഇതെല്ലാം സ്മോൾ ലെറ്റർ ആണ്. കൊബാൾട്ടാണ്, കാർബൺ മോണോക്സൈഡ് അല്ല. അപ്പോൾ ഈ കോംപ്ലക്സ് നമുക്കിങ്ങനെ എഴുതാം, CO NH3 5 ടൈംസ് ഉണ്ട്. NH3 5 ടൈംസ് ഉണ്ട്. അത് 5ഉം കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്ത് വരണം. അപ്പോൾ ഇനിയിപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആവണമെങ്കിൽ ഒരു ക്ലോറിനകത്ത് വരണം, ബാക്കി 2 ക്ലോറിൻ പുറത്ത്. When it is treated with the AgNO3, it gives a 2 AgCl precipitate because 2 ionizable ക്ലോറിൻ കോംപ്ലക്സിലുണ്ട്. ദെൻ തേർഡ് കോംപ്ലക്സിലേക്ക് വന്നാൽ ദാറ്റ് ഈസ് COCl3 4NH3. അപ്പോൾ അതിൽ സെൻട്രൽ മെറ്റൽ കൊബാൾട്ട് NH3 കോർഡിനേഷൻ സ്പിയറിൻ്റെ അകത്ത് എഴുതാൻ പറ്റുള്ളൂ, പുറത്ത് എഴുതാൻ പറ്റില്ല, കാരണം അത് നോൺ അയോണിക്കാണ്, ന്യൂട്രലാണ്. ദെൻ അപ്പോൾ കോർഡിനേഷൻ നമ്പർ 6 ആവാൻ 2 ക്ലോറിനും കൂടെ അകത്ത് എഴുതണം. അപ്പോൾ ഒരു ക്ലോറിനെ ബാക്കി വരുന്നുള്ളൂ. When it is treated with the AgNO3, it gives 1 AgCl precipitation. So 3, 2, 1. 3, 2, 1. Option 2 answer. Question number 34. The basic character of transition metal oxide follows the order. For transition metal oxides are given, we have to write the basic character order. നമുക്കിവിടെ ബേസിക് ക്യാരക്ടർ ഓർഡറിലാണ് ഇതിനെ അറേഞ്ച് ചെയ്യേണ്ടത്. ബേസിക് ക്യാരക്ടർ എങ്ങനെയാണ്? മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഓക്സൈഡ്, നോൺ മെറ്റൽ ഓക്സൈഡ്സ് അസിഡിക് ഓക്സൈഡ് ആണ്. അപ്പം മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കൂടും. ഓക്കെ, പീരിയോഡിക് ടേബിൾ ജനറലി ഇങ്ങനെയാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയും, നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടും. അപ്പോൾ ഓക്സൈഡ്സിൻ്റെ നേച്ചർ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറയുന്നതുകൊണ്ട് ബേസിക് ക്യാരക്ടർ കുറയും. അപ്പോൾ ലെഫ്റ്റിലുള്ള മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ആയിരിക്കും മോർ ബേസിക്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നമുക്കിവിടെ തന്നിരിക്കുന്ന ടൈറ്റേനിയം, വനേഡിയം, ക്രോമിയം, അയണാണ്. ഇങ്ങനെയാണ് 4 മെറ്റൽസ് ആണ് തന്നിരിക്കുന്നത്. എക്സ്ട്രീം ലെഫ്റ്റിലുള്ള ടൈറ്റേനിയമാണ്. ടൈറ്റേനിയം കഴിഞ്ഞാൽ പിന്നെ വരുന്ന വനേഡിയം, വനേഡിയം കഴിഞ്ഞാൽ ക്രോമിയം ഉണ്ട്, ക്രോമിയം മാംഗനീസ് കഴിഞ്ഞാൽ പിന്നെ അയൺ. അപ്പോൾ ആ ഓർഡറിൽ നോക്കുവാണെങ്കിൽ ടൈറ്റേനിയമാണ് ഫസ്റ്റ് അല്ലേ, ടൈറ്റേനിയം ഫസ്റ്റിൽ വരും, പിന്നെ വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഓക്സൈഡിൻ്റെ ബേസിക് ക്യാരക്ടർ കുറയും. അപ്പോൾ മോർ ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ടൈറ്റേനിയത്തിൻ്റെ ഓക്സൈഡാണ്. ടൈറ്റേനിയം ഓക്സൈഡ്, വനേഡിയം ഓക്സൈഡ്, ദെൻ ക്രോമിയം ഓക്സൈഡ്, അയൺ ഓക്സൈഡ്. അപ്പോൾ ദിസ് ഈസ് ദ ഓർഡർ ഓഫ് എ ബേസിക് ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മാഗ്നീസിനെ തൽക്കാലം മാറ്റിയേക്കാം. സോ ദിസ് ഈസ് എ ഓർഡർ ഓഫ് എ ബേസിക് ക്യാരക്ടർ. ക്ലിയർ? അപ്പോൾ ഓപ്ഷൻ 3 ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 35. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ നോട്ട് കറക്റ്റ്ലി ഫോർമുലേറ്റഡ്? താഴെ പറയുന്ന ഇക്വേഷൻ ഏതാണ് കറക്റ്റ് അല്ലാത്ത തന്നിരിക്കുന്നത്? 1. Concentrated HNO3 acquire yellow coloration due to the reaction. 4 HNO3 gives 4 NO2 plus H2 plus O2. That is correct. Concentrated HNO3 ഒരു യെല്ലോ കളറേഷൻ കിട്ടാൻ കാരണം NO2 ഇവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ്. കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ദറ്റ് ഈസ് കറക്റ്റ്. ദെൻ Cu plus HNO3, dilute HNO3 gives Cu HNO3 twice plus 2H2 plus NO2. അത് ഇൻകറക്റ്റ് ആണ്. ഇത് ഡൈലൂട്ട് അല്ല വരേണ്ടത്, ഡൈലൂട്ട് അല്ല, ഇത് കോൺസെൻട്രേറ്റഡ് ആണ്. കോൺസെൻട്രേറ്റ് HNO3 എടുക്കുമ്പോഴാണ് ഈ റിയാക്ഷൻ തരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ഇൻകറക്റ്റ് വൺ. ദെൻ നെക്സ്റ്റ് വൺ, സിങ്ക് പ്ലസ് HNO3 gives സിങ്ക് നൈട്രേറ്റ് പ്ലസ് H2 plus N2O. ദാറ്റ് ഈസ് കറക്റ്റ് വൺ. ഓക്കെ, ദെൻ P4 plus HNO3 gives H3PO4 plus 4 H2O plus 20 NO2. That is also correct. Balanced equation ആണ്, അത് കറക്റ്റ് ആണ്. അപ്പോൾ ഇൻകറക്റ്റ് ഓപ്ഷൻ 2 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്റർഹാലജൻ ഡസ് നോട്ട് എക്സിസ്റ്റ്? ഇതിലേതാണ് എക്സിസ്റ്റ് ചെയ്യാത്തത്?
സാധാരണ ഹാലജൻ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻ്റർ ഹാലജൻ എക്സിസ്റ്റ് ചെയ്യുന്നത് ഏതാണ്? നമുക്കറിയാം, ഹാലജൻസിനെ നമ്മളിങ്ങനെയാണ് എഴുതുന്നത്, എക്സ് ഡാഷ്, ഒരു ഹാലജൻ എക്സും ഒരു ഹാലജന് എക്സ് ഡാഷും ആണ്. അപ്പോൾ ഈ എക്സ് ഡാഷ് എന്ന് പറയുന്നത് ഇത് സെൻട്രൽ ആറ്റം, ഇത് സറൗണ്ടിങ് ഹാലജനുമാണ്. ആ സറൗണ്ടിങ് ഹാലജൻ നമ്പർ എത്രയാണ്? ഓഡ് നമ്പർ വരുന്ന ഹാലൈറ്റ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, 1, 3, 5, 7 അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ ClF8 ഒരിക്കലും വരികയില്ല, കാരണം ഫ്ലൂറിൻ 8 ഫ്ലൂറിൻ ചുറ്റും നിൽക്കണ്ടേ, പറ്റിയല്ല. കാരണം അത് മാത്രമല്ല ഈവൻ നമ്പർ ഓഡ് നമ്പറുള്ള സറൗണ്ടിങ് ഹാലജൻസ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. ദെൻ BrF3 എക്സിസ്റ്റ് ചെയ്യും. BrF3 ആണ്. IF5 എക്സിസ്റ്റ് ചെയ്യും. BrF5ഉം IF5 എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ടാണ്. ഓപ്ഷൻ 1 ആൻസർ. Question number 37. Which of the following solution is expected to show positive deviation from Raoult's law? താഴെ പറയുന്ന ഏത് സൊല്യൂഷനാണ് റാവോട്ട്സ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? റാവോട്ട്സ് ലോ പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ടല്ലേ, അത് റാവോട്ട്സ് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് ഡീവിയേഷൻ പറയുന്നത്. ദെൻ പിരിഡിൻ പ്ലസ് ഫോമിക് ആസിഡ്, അത് നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. എത്തനോൾ പ്ലസ് ഹെക്സൈൻ, അത് പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ എത്തനോൾ പ്ലസ് ഹെക്സൈൻ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. ദെൻ അസറ്റോൺ ക്ലോറോഫോം നെഗറ്റീവ് ഡീവിയേഷൻ, കാരണം ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് വാട്ടർ, അത് ഓൾസോ നെഗറ്റീവ് ഡീവിയേഷൻ. ഇതെല്ലാം നെഗറ്റീവ് ഡീവിയേഷനാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മിക്സ്ചർ എത്തനോൾ പ്ലസ് ഹെക്സൈൻ ആണ്. ഓപ്ഷൻ 2 ആൻസർ. Question number 37, option 2. Question number 38. The reaction occurring at the cathode of a miniature electrochemical cell during the rusting of iron. Iron rusting നടക്കുമ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഇതാണ്. കാഥോഡ് ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ്. ഓക്സിജൻ ഇലക്ട്രോൺ ആനോഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രോണുമായിട്ട് കമ്പൈൻ ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ പ്രസൻസിൽ റെഡ്യൂസ് ചെയ്ത് OH- ആയിട്ട് മാറും. ഓക്കെ, ദിസ് ഈസ് ദ റിയാക്ഷൻ. ഓക്കെ, ദെൻ question number 39. Sucrose solution which is 40% by mass is heated till becomes 50% mass. The water loss from 100 gram of solution. അപ്പോൾ ഫസ്റ്റ് സൊല്യൂഷൻ നമുക്ക് എടുക്കാം. സൊല്യൂഷൻ 1 എന്ന് പറയുന്നത് ടോട്ടൽ 100 ഗ്രാം ഉണ്ട്. ടോട്ടൽ 100 ഗ്രാം. ആ ടോട്ടൽ 100 ഗ്രാം സൊല്യൂഷൻ്റെ പെർസെൻറ്റേജ് മാസ് തന്നിട്ടുണ്ട്. സൂക്രോസിൻ്റെ പെർസെൻറ്റേജ് മാസ് തന്നിട്ടുണ്ട്. സൂക്രോസിൻ്റെ മാസ് 40% മാസ്സാണ്. 40% മാസ് എന്ന് പറഞ്ഞാൽ 40 ഗ്രാം, ടോട്ടൽ 100 ഗ്രാം എടുത്താൽ 40 ഗ്രാം സൂക്രോസ് ഉണ്ട്. 40 ഗ്രാം സൂക്രോസ് പ്ലസ് ടോട്ടൽ 100 ആണ്, അതിൽ 40 ഗ്രാം സൂക്രോസ് ഉണ്ട്. കാരണം സൂക്രോസിൻ്റെ പെർസെൻറ്റേജ് മാസ് തന്നിരിക്കുന്നത്. അപ്പോൾ 100 ഗ്രാം എടുത്താൽ 40 ഗ്രാം സൂക്രോസ് ആണ്. ബാക്കി 60 ഗ്രാം എന്താണ്? വാട്ടറാണ്. ഇതാണ് സൊല്യൂഷൻ 1 എന്ന് പറയുന്നത്. സൊല്യൂഷൻ 1 ക്ലിയർ? 100 ഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ടർ കുറേ ഇവോപ്പറേറ്റ് ചെയ്ത് പോയി, വാട്ടർ പോയി, നഷ്ടപ്പെട്ടു. അപ്പോൾ വാട്ടർ കുറഞ്ഞു, വാട്ടറിൻ്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ സൂക്രോസിൻ്റെ പെർസെൻറ്റേജ് മാസ് ഇൻക്രീസ് ചെയ്ത് പെർസെൻറ്റേജ് മാസ് 50% ആയി. 50% മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്രോസും വാട്ടറും ഈക്വൽ എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സൂക്രോസ് ഒരിക്കലും പുറത്തേക്ക് പോകില്ല, കാരണം സൂക്രോസ് സോളിഡാണ്, അത് ഇവാപ്പറേഷൻ നടക്കുകയില്ല. ഇവിടുന്ന് സൊല്യൂഷനിൽ നിന്നും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന, റിമൂവ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകുന്ന വാട്ടറാണ് പുറത്തേക്ക് പോകുന്നത്. സൂക്രോസ് പോകുകയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വാട്ടർ പുറത്തേക്ക് പോയി. അപ്പോൾ വാട്ടർ പുറത്തേക്ക് പോയതുകൊണ്ടാണ് മാസ് കുറയും, സൂക്രോസിൻ്റെ പെർസെൻറ്റേജ് കൂടും. അപ്പോൾ സൊല്യൂഷൻ 2ൽ സൂക്രോസ് എത്ര തന്നെയാണ്? 40 ഗ്രാം തന്നെ സൂക്രോസ് ഉണ്ട്. ക്ലിയർ? ഇനി 50% വരണമെങ്കിൽ സെയിം എമൗണ്ട് വാട്ടർ വരണം. അപ്പോൾ സൊല്യൂഷൻ 2ൽ എത്ര ഗ്രാം വാട്ടർ ഉള്ളൂ? 40 ഗ്രാം വാട്ടർ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂക്രോസും വാട്ടറും ഈക്വൽ എമൗണ്ട് വരും. ഈക്വൽ എമൗണ്ട് വരുമ്പോൾ മാസ് പെർസെൻറ്റേജ് സൂക്രോസിൻ്റെയും വാട്ടറിൻ്റെ 50% ആയിക്കോളും. അപ്പോൾ 50% സൂക്രോസ് ആണിത്. ഇതോ ദിസ് ഇസ് എ 40%. ഓക്കെ, അപ്പോൾ സൂക്രോസിൻ്റെ പെർസെൻറ്റേജ് 50 വരണമെങ്കിൽ വാട്ടർ 40 ഉണ്ടാവുള്ളൂ. 50% വരണമെങ്കിൽ വാട്ടർ 40 ഗ്രാം ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്ര വാട്ടർ പോയി? ദ വാട്ടർ ലോസ്റ്റ് ഫ്രം 100 ഗ്രാം ഈസ് ഈക്വൽ ടു 20 ഗ്രാം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയി. So option 3 answer. Question number 40. Consider the following cell reaction. 2Fe solid plus O2 gives plus 4H plus gives 2Fe 2 plus aqueous plus 2H2 liquid. If E cell equal to E0 cell, E cellum E0 cell equal ആണ് at 25 degrees Celsius.
concentration of Fe2 plus 10 raised to minus 3 molar, partial pressure of oxygen 0.01 atmosphere, and pH is equal to x. The value of x is. അപ്പോൾ ഇവിടെ ഇ സെൽ ഈക്വൽ ടു E0 സെൽ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇക്വേഷൻ ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059 ഡിവൈഡഡ് ബൈ n. n is the number of electron transferred. ഇവിടെ എത്ര ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഉണ്ടായി നമുക്ക് നോക്കാം. റിയാക്ഷൻ്റെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. റിയാക്ഷനിൽ Fe2+ ആയിട്ട് മാറി. Fe2+ ആയിട്ട് മാറുന്ന പ്രോസസ് ഓക്സിഡേഷൻ ആണ്. ഒരു Fe2+ ആയിട്ട് മാറുമ്പോൾ 2 ഇലക്ട്രോൺ ആവും. അങ്ങനെ 2 Fe റിയാക്ഷൻ്റെ അകത്തുള്ളതുകൊണ്ട് ടോട്ടൽ 4 ഇലക്ട്രോൺ ലോസ് ഉണ്ടായി. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്കിവിടെ 4 എഴുതാം. ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ഏതൊക്കെയാണ് പ്രോഡക്റ്റ്? Fe പ്രോഡക്റ്റ് ആണ്. Fe2+ റൈസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O. H2 പ്യുവർ ലിക്വിഡ് ആണ്. പ്യുവർ ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഡിവൈഡഡ് ബൈ Fe സോളിഡ് ആണ്. സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. പ്യുവർ ലിക്വിഡിൻ്റെയും പ്യുവർ സോളിഡിൻ്റെയും കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ താഴെ പ്രോഡക്റ്റ് റിയാക്ടിൻ്റെ സൈഡിൽ ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ്റെ പ്രഷർ തന്നിട്ടുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ റൈസ് ടു 4 ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇ സെൽ ഈക്വൽ ടു E0 സെൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇ സെൽ മൈനസ് E0 സെൽ എന്തായിരിക്കും? ദാറ്റ് ഈക്വൽ ടു 0 വരും അല്ലേ? ഈക്വൽ ടു 0.059 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Fe2+ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 10 റൈസ് ടു മൈനസ് 3 ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ 0.01 നമുക്ക് 10 റൈസ് ടു മൈനസ് 2 എന്ന് എഴുതാം. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ റൈസ് ടു 4 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 വരും. 0 ഈസ് ഈക്വൽ ടു 0.59 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ലോഗ് 10 റൈസ് ടു മൈനസ് 6 10 റൈസ് ടു മൈനസ് 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H+ റൈസ് ടു 4. അപ്പോൾ ഇവിടെ നോക്കിയേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കണം. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 വരാൻ H+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര വരണം? അപ്പോൾ ഇവിടെ ലോഗ് ആണ്. ലോഗ് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 0 വരണമെങ്കിൽ ഈ ഒരു പാർട്ട് സോൾവ് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ലോഗ് 1 എന്ന് വരണം. ലോഗ് 1 വന്നു കഴിഞ്ഞാൽ ഇത് 0 ആകും. 0 ആയിക്കഴിഞ്ഞാൽ ടോട്ടൽ 0 ആയിക്കോളും. അപ്പോൾ ഇത് ലോഗ് 1 വരണം. ലോഗ് 1 വരാൻ വേണ്ടി H+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര വേണം എന്ന് നമുക്ക് നോക്കാം. H+ൻ്റെ കോൺസെൻട്രേഷൻ എത്രയായാൽ മതി? 10 റൈസ് ടു മൈനസ് 6 താഴെ 10 റൈസ് ടു മൈനസ് 2 ഉണ്ട്. 10 റൈസ് ടു മൈനസ് 1 ആയാൽ മതി അല്ലേ? 10 റൈസ് ടു മൈനസ് 1 വരുമ്പോഴേക്കും നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+ റൈസ് ടു 4 എന്ന് പറയുന്നത് 10 റൈസ് ടു മൈനസ് 4 ആയിക്കോളും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടി. കോൺസെൻട്രേഷൻ ഓഫ് H+ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് pH കാണാം. pH ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ്. ദാറ്റ് ഈക്വൽ ടു മൈനസ് ലോഗ് 10 റൈസ് ടു മൈനസ് 1 ദാറ്റ് ഈക്വൽ ടു 1. സോ pH ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു 1. pH 1 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി ആൻസറിലേക്ക് തിരിച്ചു പോകാം. pH 1 ഓപ്ഷൻ 1 ആൻസർ. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ 0 ആണല്ലേ? 0 ആക്കാൻ വേണ്ടി H+ൻ്റെ കോൺസെൻട്രേഷൻ എത്ര വേണമെന്ന് കണ്ടുപിടിക്കുക. Question number 41. 4000 active nuclei of radioactive metal are present at T equal to 0. After 60 minutes, 500 active nuclei are left in sample. The decay constant of the sample. Decay constant എന്ന് പറഞ്ഞാൽ equilibrium constant ആണ്. റേഡിയോ ആക്റ്റീവ് പ്രോസസ്സിലെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് ആണ് ഡീകെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ. സാധാരണ ഡീകെ കോൺസ്റ്റൻ്റ് ലാംഡ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ശരിക്കും റേറ്റ് കോൺസ്റ്റൻ്റ് കെയോട് ഈക്വൽ ആണ്. അപ്പോൾ ഡീകെ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനിഷ്യൽ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ തന്നിട്ടുണ്ട്. അതിനെ ശരിക്കും A0 എന്നല്ല N0 എന്നാണ് എഴുതുന്നത്. തൽക്കാലം നമുക്ക് A0 എന്നങ്ങ് എഴുതാം. ദാറ്റ് ഈക്വൽ ടു 4000 തന്നിട്ടുണ്ട്. കാരണം റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് എല്ലായ്പ്പോഴും ഫസ്റ്റ് ഓർഡർ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ദെൻ ആഫ്റ്റർ 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ 500 ഉള്ളൂ. അപ്പോൾ ടൈം എത്ര എടുത്തു? 60 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ദ ഡീകെ കോൺസ്റ്റൻറ്റ് കാണേണ്ടത്. ഡീകെ കോൺസ്റ്റൻറ്റ് മീൻസ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് കാണേണ്ടത്. ഡീകെ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് ഡീകെ ആണ് നടക്കുന്നത്. റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് ഒരു ഫസ്റ്റ് ഓർഡർ പ്രോസസ്സാണ്. സോ റേഡിയോ ആക്ടിവിറ്റി ഈസ് ഫസ്റ്റ് ഓർഡർ പ്രോസസ്സ്. ഫസ്റ്റ് ഓർഡർ ആണ്.
ഫസ്റ്റ് ഓർഡർ പ്രോസസ്സിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് കാണണം. അതിനെയാണ് നമ്മൾ പ്രോസസ്സ് റേഡിയോ ആക്റ്റീവ് ആകുമ്പോൾ നമ്മളതിനെ ഡി.കെ കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദറ്റ് ഈസ് ഈക്വൽ ടു 2.303 divided by T into log initial concentration minus final concentration. അപ്പോൾ ഇതിനെ നമുക്ക് 2.303 ലോഗും കൂടെ കമ്പൈൻ ചെയ്ത് ln 1/T into ln A0 by എന്ന് എഴുതാം. കാരണം ഓപ്ഷൻ്റെ അകത്ത് ln ആ ഒരു ടേമിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് മാറ്റുന്നത്. ദാറ്റ് ഈക്വൽ ടു 1/60 into ln 4000 divided by 500 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 1/60 into ln 8 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1/60 into ln 8നെ നമുക്ക് ln 2⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 2⁻³ വെളിയിലെടുക്കാം. 3/60 into ln 2 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 1/20 into ln 2. So that is answer. 1/20 into ln 2 is the answer. 1/20 or ln 2/20. Option 2 answer. ഓക്കെ, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് പ്രോസസ്സ് ഫസ്റ്റ് ഓർഡർ പ്രോസസ്സാണ്. റേഡിയോ ആക്റ്റീവ് പ്രോസസ്സിൻ്റെ റേറ്റ് കോൺസ്റ്റൻ്റാണ് ഡി.കെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡി.കെ കോൺസ്റ്റൻ്റ് സാധാരണ ലാംഡ ലെറ്റർ വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് ഈസ് ഒപ്റ്റിക്കലി ആക്റ്റീവ്? ക്വസ്റ്റ്യൻ നമ്പർ 42. ഏത് കോംപ്ലക്സ് ആണ് ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ കോംപ്ലക്സിന് പ്ലെയിനോസിമെട്രി ഉണ്ടാവരുത്, അതാണ് കണ്ടീഷൻ. ആബ്സെൻസ് ഓഫ് പ്ലെയിനോസിമെട്രി. സോ ഫസ്റ്റ് വൺ ഈസ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. അത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. This is optically inactive due to the presence of a plainosymmetry. Then what about this compound? ഈ കോമ്പൗണ്ടും ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇവിടെ പ്ലെയിനോസിമെട്രി ഉണ്ട്. ഈ കോമ്പൗണ്ടിലും പ്ലെയിനോസിമെട്രി ഉണ്ട്, ഒക്ടാഹിഡിലാണ്. ഇത് A2B4 ടൈപ്പ് കോംപ്ലക്സ് ആണ്. ദാറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ഈ ഒരു ടൈപ്പ് കോംപ്ലക്സ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. പ്ലെയിനോസിമെട്രി ഉണ്ട് ഏത് രീതിയിൽ വരച്ചാലും. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ A2B4 ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടൈപ്പ് തന്നെയാണ്. ദിസ് ഈസ് ഓൾസോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. ആൻഡ് ദിസ് കോംപ്ലക്സ് ഈസ് A2B2C2 ഈ ടൈപ്പാണ്. ഈ കോംപ്ലക്സിൽ കോംപ്ലക്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാം. കോംപ്ലക്സ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കാൻ വേണ്ടി സിമിലർ ആയിട്ടുള്ള ലിഗാൻസ് ഒക്കെ സിസ് പൊസിഷനിൽ ഇരുന്നാൽ മതി. ഓക്കെ, ഇത് ഓൾ സിസ് ആണ്. ഇത് A അഡ്ജസൻ്റ് ആണ്, B അഡ്ജസൻ്റ്, C അഡ്ജസൻ്റ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. സോ ഓപ്ഷൻ 4 ഈസ് ആൻസർ. Question number 43. Which of the following is a linear polymer? Bakelite. Bakelite is a cross-linked polymer. Cross-linked ആണ് polymer. Melmac is also a cross-linked polymer. Novolac is a linear polymer. Novolac. നമ്മളോട് ചോദിച്ചിരിക്കുന്ന linear polymer. Linear polymer is a Novolac. Novolac is a linear polymer of phenol and formaldehyde. Okay. Question number 44. Which of the following is not a derivative of barbituric acid? Barbituric acid നമ്മൾ tranquilizers ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Barbituric acid derivatives tranquilizer ആണ്. ഓക്കെ, tranquilizer means ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൽ ബാർബിറ്റൂറിക് ആസിഡ് ഡെറിവേറ്റീവ്സ് അല്ലാത്തതാണ്. ലൂമിനാൽ ഈസ് എ ബാർബിറ്റൂറിക് ആസിഡ് ഡെറിവേറ്റീവ്. ഇക്വാനിൽ ഇറ്റ് ഈസ് നോട്ട് എ ബാർബിറ്റൂറിക് ഡെറിവേറ്റീവ്. അമിറ്റാൽ, വെറോണൽ ഇതെല്ലാം ബാർബിറ്റൂറിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഇക്വാനിൽ അതൊരു ബാർബിറ്റൂറിക് ആസിഡ് ഡെറിവേറ്റീവ് അല്ല. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ ഫസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഡിസ്കവർഡ് ഫോർ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് സിഫിലിസ് വാസ് ദ യൂസ് ഓഫ് ദ ഡ്രഗ് ബൈ പോൾ റിച്ച്. ദ ഡ്രഗ് ഏസ്. അപ്പോൾ സിഫിലിസ് അതിനെതിരായിട്ടുള്ള ആദ്യമായിട്ട് ഡ്രഗ് ഡെവലപ്പ് ചെയ്തത് പോൾ എൽറിച്ച് ആണ്. ദ ഡ്രഗ് ഈസ് കോൾഡ്, മെഡിസിൻ ഈസ് കോൾഡ് സൽവാസൻ. സൽവാസൻ ആണ്. ഓക്കെ, സൽവാസൻ ഒരു ആഴ്സനിക് കണ്ടെയ്നിങ് കോമ്പൗണ്ടാണ്, ആഴ്സനിക്. ഓക്കെ, question number 46. Arrange the following compounds in the order of decreasing acid strength. Decreasing acid strength. So here carboxylic acid and benzoic acid ആണ് തന്നിരിക്കുന്നത്. benzoic acid substitutions ഒക്കെ ഉണ്ട്, നിങ്ങൾക്കറിയാം. The presence of electron withdrawing group at ortho and para position of benzoic acid increases the acidic character. Okay, ortho, para, meta positionലെ electron withdrawing group വന്നു കഴിഞ്ഞാൽ acidic character increase ചെയ്യും. Then again as the number of electron withdrawing group increases, acidic character increases.
നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കൂടുമ്പോൾ അസിഡിക് ക്യാരക്ടർ കൂടും. അപ്പോൾ അതിൽ തന്നെ NO2 ഗ്രൂപ്പൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ഇത് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇലക്ട്രോൺ വിഡ്രോയിങ്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഉള്ളതാണ് മോർ അസിഡിക്. മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത് R കോമ്പൗണ്ടിലാണ്, ദാറ്റ് ഈസ് മോർ അസിഡിക്. ദെൻ Q. ദെൻ നെക്സ്റ്റ് വൺ P ആൻഡ് S ആണ്. പിയിലുള്ളത് ഇലക്ട്രോൺ റിലീസിങ്, അത് അസിഡിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഗ്രൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ രണ്ട് കോമ്പൗണ്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ മോർ അസിഡിക് ബെൻസോയിക് ആസിഡ് തന്നെ. ദെൻ ലാസ്റ്റ് വൺ S. അപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആസിഡ് ബെൻസോയിക് ആസിഡിനേക്കാളും സ്ട്രോങ് ആയിരിക്കും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ ആസിഡ് അത് പാരാ പൊസിഷനിൽ, ഓർത്തോ പൊസിഷനിൽ വരുമ്പോൾ വേറെ എഫക്റ്റ് ഒക്കെ ഉണ്ട്. പാരാ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ അത് അസിഡിക് ക്യാരക്ടർ കുറയും. ഓക്കെ, അപ്പോൾ RQPS ഓപ്ഷൻ 3 ആൻസർ. Question number 47. Monocarboxylic acid are functional isomers of monocarboxylic acid. മോണോകാർബോക്സിലിക് ആസിഡ് ഏതിൻ്റെ ഫങ്ഷണൽ ഐസോമറാണ്? മോണോകാർബോക്സിലിക് ആസിഡ് CH3 CH2 COH. ഇതിൻ്റെ ഫങ്ഷണൽ ഐസോമർ ഇതാണ്, CH3 COO CH3. ദിസ് ഈസ് എസ്റ്റർ. ദിസ് ഈസ് കാർബോക്സിലിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡിൻ്റെ ഫങ്ഷണൽ ഐസോമർ എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, മോളിക്കുലർ ഫോമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ഇത് ആസിഡ് ഫങ്ഷണൽ ഗ്രൂപ്പും ഇത് എസ്റ്റർ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ. Question number 48. Hot H2SO4 acts as a moderately strong oxidizing agent. It oxidizes both metal and non-metals. Which of the following element is oxidized by H2SO4 into two gaseous product? H2SO4 ഒരു moderately oxidizing agent ആണ്. മെറ്റൽസ് നോൺ മെറ്റൽസിനെ അത് ഓക്സിഡൈസ് ചെയ്യും. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഏത് എലമെൻസുമായിട്ട് H2SO4 റിയാക്ട് ചെയ്യുമ്പോഴാണ് രണ്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഫസ്റ്റ് വൺ കോപ്പർ ആണ്. കോപ്പർ വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ദ പ്രോഡക്റ്റ് ആർ CuSO4 പ്ലസ് സൾഫർ ഡയോക്സൈഡ് SO2 പ്ലസ് H2 ആണ്. ക്ലിയർ? ഇതിൻ്റെ അകത്ത് ഒരേ ഒരു ഗേഷ്യസ് പ്രോഡക്റ്റേ ഉള്ളൂ, ദാറ്റ് ഈസ് SO2. SO2 ഇസ് ദ ഓൺലി ഗേഷ്യസ് പ്രോഡക്റ്റ്. ഇനി സെക്കൻഡ് സൾഫറാണ്. സൾഫർ H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടന്ന് സൾഫർ ഡയോക്സൈഡ് പ്ലസ് H2O കിട്ടും. സോ ദിസ് ഈസ് ദ sulfur dioxide. So here only one gaseous product, that is SO2. Carbon plus H2SO4. Carbon treat ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകും, പ്ലസ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഉണ്ടാകും, പ്ലസ് H2O. അപ്പോൾ ഇവിടെ രണ്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് തരും. ഓക്കെ, കാർബൺ. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് zinc plus H2SO4. zinc plus H2SO4, zinc sulfate plus ഹൈഡ്രജൻ ആണ് പ്രോഡക്റ്റ്. ഹൈഡ്രജൻ ഈസ് എ ഗേഷ്യസ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ഗേഷ്യസ് പ്രോഡക്റ്റ് കിട്ടുന്ന കാർബൺ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ C ആൻസർ. Question number 49. A black compound of manganese react with the halogen acid to give greenish yellow gas. When excess of this gas react with the NH3, an unstable trihalide is formed. In this process, the oxidation state of a nitrogen changes from. Black compound of manganese react with the halogen acid. അപ്പോൾ ഒരു ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് കിട്ടുക. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് എന്ന് പറയുന്ന ക്ലോറിൻ ആണ്. അപ്പോൾ ക്ലോറിൻ കിട്ടണം. അപ്പോൾ ക്ലോറിൻ ആണ് ഗ്രീനിഷ് യെല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് ക്ലോറിനാണ് ഗ്യാസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഏത് ഹാലജൻ ആസിഡും ഏത് മാംഗനീസ് കോമ്പൗണ്ടും കൂടെ എടുക്കണം നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഏതാണ് ആ ബ്ലാക്ക് കളേർഡ് കോമ്പൗണ്ട്? MnO2 ആണ്. MnO2 റിയാക്ട് വിത്ത് HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ MnCl2 പ്ലസ് Cl2 ഗ്യാസ് ഉണ്ടാവും. Cl2 ഗ്യാസ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യും. വെൻ എക്സസ് ഓഫ് ദിസ് ഗ്യാസ് റിയാക്ട് വിത്ത് NH3 ആയിട്ട് ഈ ക്ലോറിൻ ഗ്യാസ് ട്രീറ്റ് ചെയ്തു. എക്സസ് ഓഫ് ഗ്യാസ്, ക്ലോറിൻ എക്സസ് ആണ്. ക്ലോറിൻ എക്സസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ NCl3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. എ ട്രൈഹാലൈഡ് ഈസ് ഫോംഡ്. സോ NCl3 ഈസ് എ ട്രൈഹാലൈഡ്, ദറ്റ് ഈസ് unstable trihalide is formed. In this process, oxidation state of nitrogen changes from. ഇവിടെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നൈട്രജൻ, ഇതാണ് ഈ റിയാക്ഷനിലാണ് നൈട്രജൻ ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഹിയർ നൈട്രജൻ ഈസ് ഇൻ ദ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ ക്ലോറിൻ -1 ആണ്, മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ നൈട്രജൻ +3 ആണ്. അപ്പോൾ -3യിൽ നിന്നും +3 ആയിട്ടാണ് നൈട്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. -3 to +3. ഓപ്ഷൻ 1 ആൻസർ.
Question number 50. The set with the correct order of acidity. നമുക്കിവിടെ ക്ലോറിൻ്റെ ആസിഡ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൽ നിന്നും അസിഡിറ്റി ഓർഡർ എഴുതുന്നുണ്ട്. ഫസ്റ്റ് വൺ HClO. HClOയുടെ സ്ട്രക്ചർ ഇതാണ്. HOCl ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ദെൻ HClO2. HClO2ൻ്റെ സ്ട്രക്ചർ ഇതാണ്. HO ദെൻ Cl ഡബിൾ ബോണ്ട് O. ഇപ്പം ഇതിൻ്റെ അകത്ത് Cl ഡബിൾ ബോണ്ട് O ഉണ്ട്. അടുത്ത HClO3. HO ദെൻ Cl അതിൽ രണ്ട് ഓക്സിജൻ ഉണ്ട്. Cl ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് HClO4. HClO4 എങ്ങനെയാണ്? HO Cl ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓക്സോ ആസിഡാണ്. അപ്പോൾ ഓക്സോ ആസിഡിൻ്റെ സ്ട്രെങ്ത് ഓക്സോ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടും. അപ്പോൾ ഇവിടെ ഒരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. ദ Cl ഡബിൾ ബോണ്ടോ അതൊരു ഓക്സോ ഗ്രൂപ്പാണ്. സോ ഹിയർ ടു സച്ച് ഓക്സോ ഗ്രൂപ്പ്സ് ആർ ദർ. രണ്ട് ഓക്സോ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ഇവിടെ 3 ഓക്സോ ഗ്രൂപ്പാണല്ലോ. ഒന്ന് Cl ഡബിൾ ബോണ്ടോ, Cl ഡബിൾ ബോണ്ടോ, Cl ഡബിൾ ബോണ്ടോ. 3 ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. ആസ് ദ നമ്പർ ഓഫ് ഓക്സോ ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിറ്റി ഓഫ് ആസിഡ് ഇൻക്രീസസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീക്കസ്റ്റ് ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? HOCl ആണ്. അല്ലെങ്കിൽ HClO ഈസ് ദ വീക്കസ്റ്റ് ആസിഡ്. കാരണം അവിടെ ഓക്സോ ഗ്രൂപ്പ് ഇല്ല. ഇവിടെ ഒരു ഓക്സോ ഗ്രൂപ്പ്, 2 ഓക്സോ ഗ്രൂപ്പ്, 3 ഓക്സോ ഗ്രൂപ്പ്. ഓക്സോ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അസിഡിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് HClO4 ആണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ്. സോ ഓപ്ഷൻ 1 ആൻസർ. ഓക്കെ, താങ്ക് യു.